പ്രൈസ് ലോർഡ്. Praise Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदना। വീണ്ടും കർത്താവ് ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി നൽകി. फिर से प्रभु ने हमको और एक दिन दान स्वरूप दिया है। ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ടുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നു. परमेश्वर का वचन को सुनने के लिए परमेश्वर ने ये दिन तैयार किया है। നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ എത്ര വിലപ്പെട്ടതാണ്. हमको मिलने वाला एक एक मौका जो है वो कितना मूल्यवान है। കാരണം നമ്മൾ കേൾക്കുന്ന വചനം ഒരു ബുദ്ധിമാനായ ഒരു ജ്ഞാനിയായ ഒരു മഹാപുരുഷന്റെ വാക്കുകളല്ല, രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിന്റെ വചനമാണ്. क्योंकि हम लोग इस दुनिया का कोई बुद्धिमान, कोई शास्त्री या कोई प्रभारी, ऐसा कोई समझदार व्यक्ति का वचन नहीं सुन रहे, बल्कि राजाधि राजा प्रभुओं का प्रभु हमारा परमेश्वर का वचन को हम सुन रहे हैं। അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ ആ വചനത്തെ നമ്മൾ ഉത്സാഹത്തോടെ അനുസരിക്കാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട്. इसके लिए वो वचन को जब हम सुनते हैं समय में उस वचन को सुनकर उसी रीति से हमें मानकर प्रभु की इच्छा के अनुसार जीकर उसको मानकर चलना हम जिम्मेदार है। ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നത് ഈ ലോക്ക്ഡൌൺ പീരീഡ് വിശുദ്ധന്മാർക്ക് ഒരുക്കത്തിന് വേണ്ടി ദൈവം നൽകിയ ഒരു പ്രത്യേക സമയമാണ്. आमीन। मैं ये बहुत अच्छी तरह से ये विश्वास करता हूँ कि ये लॉकडाउन का जो ये दुनिया में जो परिस्थिति हुआ है, सभी पवित्र जनों को मसीह में तैयार होने का एक अच्छा अवसर प्रभु ने तैयार करके दिया है। ഈ ലോക്ക്ഡൌണിനെ കുറിച്ച് അനേകർക്കും അനേക ദിനങ്ങളുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ये लॉकडाउन के विषय में अनेक लोगों को अलग अलग प्रकार का धारणा रहकर वो लोग उसको व्याख्या करते हैं। നമുക്ക് അവരോട് ആരോടും ഒരു തർക്കവും ഇല്ല. उनके साथ मुझे कोई तर्क नहीं करना है। എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് നമുക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി തന്നെ ഒരുക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ സമയം. आमीन। लेकिन मैं ये विश्वास करता हूँ कि ये मेरा विश्वास है, मेरा ये मानना है कि ये सभी पवित्र लोगों के लिए प्रभु यीशु मसीह की उपस्थिति में बने रहकर तैयार होने का एक अच्छा खास मौका प्रभु ने स्पेशली हमारे लिए तैयार करके रखा है। ഇന്നും ചിലപ്പോൾ കർത്താവ് ഇനിയും വരാൻ ഇനിയും താമസം ഉണ്ടെന്നൊക്കെ ചിന്തിച്ച് തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന അനേകരുണ്ടായിരിക്കാം. अभी भी ऐसे कुछ विश्वासी हो सकते हैं जो सोचते होंगे कि प्रभु का आगमन देरी में हो रहा है, इसके लिए वो लोग अपना मर्जी के और इच्छा के हिसाब से जीते रहेंगे। എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ. लेकिन मैं आपको एक बात याद दिलाना चाहता हूँ। നമുക്കറിയാം, നമ്മള് വചനപ്രകാരം നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് ഏത് നിമിഷത്തിലും വരാവുന്ന ഒരു അവസ്ഥയിൽ ഒരു സമയത്ത് നമ്മൾ ആയിരിക്കുക. लेकिन हम लोग अगर वचन को अगर सही रीति से अगर हम समझेंगे तो हमारा परिस्थिति और समय को देखेंगे तो हमें एक बात मालूम पड़ता है कि प्रभु कोई भी समय में आ सकता है। അപ്പോൾ ഈ വചനം നമ്മളോട് പറയുന്നത് എന്താണെന്ന് നമ്മളൊന്ന് പഠിക്കണം. इसके लिए वचन इस विषय में क्या कहता है वो बात को हमें सीखना है। നമ്മള് വെളിപ്പാട് പുസ്തകം, ഈ വേദപുസ്തകത്തിലെ അവസാന പുസ്തകം, അതിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ലേഖനം എന്ന് വിളിക്കാറുണ്ട്. ആ ലേഖനത്തിൽ അവസാന അധ്യായം എന്ന് പറഞ്ഞാൽ 22-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? हम प्रकटीकरण का पुस्तक जब हम लेते हैं समय में ये प्रकटीकरण का पुस्तक बोला तो प्रभु यीशु मसीह का प्रकटीकरण करके हम बोलते हैं, क्योंकि ये यीशु मसीह का पुस्तक है, उनका भविष्यवाणी के पुस्तक है। ये आखिरी पुस्तक जो नए नियम का उसका आखिरी अध्याय में उसका 22वां अध्याय में 11 वचन में അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, विशुद्धन इनियम തന്നെ വിശുദ്ധീകരിക്കട്ടെ. आमीन। पढ़ेंगे 22 का 11। जो अन्याय करता है वह अन्याय करता रहे, और जो मलिन है वह मलिन बना रहे, और जो धर्मी है वह धर्मी बना रहे। അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. तो इधर शुरुआत में हम पढ़ते हैं जो अधर्म करता है उसको अधर्म करने दो, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, जो बुराई करता है उसको और बुराई करने दो। എന്നാൽ നീതിമാന്മാരെ കുറിച്ച് പറയാണ് നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. लेकिन जो धर्मी जन है वो धर्मी में बना रहे, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. और वो आखिरी भाग पढ़ेंगे, और जो पवित्र है वो पवित्र बना रहे। पवित्र बना रहे। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിച്ച് നീതിമാന്മാരായി തീർന്നവരാണെങ്കിൽ, വിശുദ്ധരാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു നല്ല ശക്തമായ മുന്നറിയിപ്പാണ് ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ തന്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്നത്. तो इसके लिए हम लोग प्रभु यीशु मसीह में विश्वास करने की वजह से हम लोग जो धर्मी ठहर चुके हैं, ये धर्मी जो लोग जो पवित्रता के लिए बुलाए गए हैं, उनके बुलावट के द्वारा हम जो पवित्र किए हुए लोग, ऐसे लोगों को, ऐसे विश्वासियों को किस रीति में बना रहना है करके ये वचन चेतावनी देता है। അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക,
इसलिए हमें एक बात समझना है, ഇന്ന് നമ്മുടെ ജീവിതം എപ്രകാരമുണ്ട്? इसलिए आज हमारा जीवन किस रीति से है। ഓരോ ദിവസവും നമുക്ക് വിശുദ്ധീകരണത്തിൽ വളരുവാൻ കഴിയുന്നുണ്ടോ? क्या एक एक दिन पवित्रताएं में हमें बढ़ने हो पा रहा है क्या? ഇന്നത്തെ ഓരോ കാര്യങ്ങളെയും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഇടയാവുന്നുണ്ടോ? तो एक एक दुनिया का अवस्था और परिस्थिति को देखकर हमें समझ में आ रहा है कि अवस्था क्या चल रहा है करके। നമ്മള് ദാനിയേൽ പ്രവചനം അതിന്റെ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ दानियल का पुस्तक उसका 12 का 10 में हम देखते हैं, പലരും 12:10। പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും, ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും, ദുഷ്ടന്മാരിൽ ആരും അത് ഗ്രഹിക്കുകയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. पढ़ेंगे दानियल 12:10। बहुत से लोग तो अपने अपने को निर्मल और उजाले करेंगे और सच्चे हो जाएंगे, परंतु दुष्ट लोग दुष्टता ही करते रहेंगे, और दुष्ट में से कोई ये बातें न समझेगा, परंतु जो बुद्धिमान है वही समझेगा। मैं അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ദാനിയേൽ പറയുകയാണ് പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. हाँ, तो यहाँ पर हम देखते हैं दानियल शुरुआत में कहते हैं कि बहुत जन शुद्ध होकर निर्मल होकर अपने आप को पवित्र करेगा, എന്നാൽ ദുഷ്ടന്മാർ വീണ്ടും ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. लेकिन दुष्ट लोग तो दुष्ट ही करेंगे ദുഷ്ടന്മാർക്ക് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. और दुष्ट लोगों को ये सब बातें समझ में नहीं आएगा, എന്നാൽ ബുദ്ധിമാന്മാർ ഗ്രഹിക്കുന്ന. लेकिन बुद्धिमान को ये सब बातें समझ में आएंगे। അപ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ബുദ്ധിമാന്മാർ ആയിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. इसके लिए आज का विषय यही है या सवाल यही है कि परमेश्वर के नजर में हम बुद्धिमान है क्या? നമ്മള് ദൈവം നോക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിന്റെ ആലോചനകളെ കേട്ട് കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ വിശദീകരിക്കുന്നതിലും നിർമ്മലീകരിക്കുന്നതിലും നമ്മൾ എത്രമാത്രം ഉത്സാഹികളാണ്. इसके लिए जब परमेश्वर हमें देखते समय में कितना हम लोग वचन सुनते हैं, उस सुना हुआ वचन के अनुसार कितना हम अपने आप को निर्मल और शुद्ध करके प्रभु के आगमन के लिए के विषय में हम लोग तैयार बने रहते हैं कि नहीं, ये परमेश्वर देखता है। കാരണം ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. क्योंकि पवित्रता के बगैर कोई भी परमेश्वर को देख नहीं सकता। അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. इसके लिए एक एक दिन हमें अपना पवित्रता का पूर्ण करने का विषय में हमें अंदर एक जिम्मेदारी है। അതുകൊണ്ടായിരിക്കാം കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മളോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. इसीलिए तो प्रभु वचन के द्वारा हमसे कार्य करता है। മോശ എഴുതുമ്പോൾ അതിന്റെ ആവർത്തന പുസ്തകം അതിന്റെ 32-ാം അധ്യായം 29-ാം വാക്യം കൂടെ ഒന്ന് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. व्यवस्था विवरण उसका 32 का 29 में हम देखते हैं, ड्यूट्रोनॉमी 32:29। അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു, തങ്ങളുടെ ഭാവിയെ കുറിച്ച് അവരൊന്ന് ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് പറയുന്നത്. व्यवस्था विवरण उसका 32 का 29। भला होता कि ये बुद्धिमान होते कि इसको समझ ले और अपने अंत का विचार करते। അപ്പോൾ ഇവിടെ വളരെ നമ്മുടെ ഭാവിയെ കുറിച്ച് പ്രിയമുള്ളവരെ, നമ്മുടെ നിത്യതയെ കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. हाँ, तो ये अंत का वो लोग चिंतित होते हैं, मतलब क्या अंत यानी कि भविष्य का, यानी कि अनंत काल में होने वाला हमारा अवस्था क्या है, उस विषय में अगर वो लोग अच्छे से सोचते तो अच्छा होता। അവർ ജ്ഞാനികളായി ഇതൊന്ന് ഗ്രഹിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. अगर वो लोग बुद्धिमान होकर ये बात को समझ लेते तो अच्छा होता। തങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് ഞങ്ങളുടെ ഭാവി എന്തായിരിക്കും അതൊന്ന് ചിന്തിച്ച് അതൊന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. मतलब वो लोग उसका भविष्य का उनका अवस्था क्या होगा, उनका भविष्य किस रीति से होगा, इस बात को वो लोग सोचकर उसके हिसाब से कार्य करेंगे, ऐसा बुद्धिमान लोग उचित है। ഞാൻ ഇന്നത്തെ ജീവിതത്തിൽ ചെയ്യുന്നത് നാളേക്ക് അല്ലെങ്കിൽ എന്റെ ഭാവിക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി കൊള്ളാവുന്ന കാര്യങ്ങളാണോ ഒന്ന് വിവേചിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നത്. तो वचन कहता है कि यदि मैं आज का जो भी काम मैं करता हूँ वो मेरा भविष्य में उसका कैसा परिणाम होगा, यानी कि मुझे अनंत काल में उसका विषय में मेरा क्या लाभ होगा, ये सब बातें अगर सोच कर एक पवित्र जन करेंगे तो वो लाभदायक है। നമുക്കറിയാം ഇന്നും അനേകരും ദൈവവചനത്തിലൂടെ ഈ സത്യങ്ങളെ അറിയത്തില്ലാത്തതുകൊണ്ട് എന്തുമാത്രം നഷ്ടങ്ങളാണ് വരുത്തി വെക്കുന്നത്. देखो आज भी हम जानते हैं ना, वचन के अज्ञानता की वजह से या फिर वचन को सही रीति से समझने नहीं होने की वजह से क्या होता है, वचन के अंदर लिखा हुआ खास बातों को लोग समझ नहीं पाते, जिसकी वजह से लोग नुकसान में चल रहे हैं। പലപ്പോഴും പല കാര്യങ്ങൾ എത്രയെല്ലാം ഗ്രഹിപ്പിച്ചാലും പലരും ഗ്രഹിക്കുന്നില്ല. बहुत से बातें ऐसा है जो समझाया जाने पर भी लोग समझते नहीं है। ഞാൻ പറയട്ടെ, കർത്താവിനോട് കൂടെ 3.5 വർഷം നടന്ന് കർത്താവിന്റെ ഉപദേശങ്ങളൊക്കെ കേൾക്കുകയും കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുകയൊക്കെ ചെയ്തവരാണ് ശിഷ്യന്മാർ. हम जानते हैं ना प्रभु के जो चेले का विषय, वो लोग 3.5 साल प्रभु के साथ में रहकर साथ में जीने वाले लोग, प्रभु ने जो भी कार्य किया वो सब बातें वो लोग ने अपने आंखों से देखा हुआ बात कर रहकर चलने वाले लोग थे। കർത്താവിന്റെ വാക്കുകൾ അതുപോലെ തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം ഗ്രഹിച്ചവരാ. यानी प्रभु का वचन जैसा है वो वैसा ही है करके ये बात वो लोग जानकर पहचान कर ग्रहण करने वाले लोग थे। കർത്താവ് തന്റെ മരണത്തെക്കുറിച്ചും തന്റെ
പുനരുത്ഥാനത്തെ കുറിച്ചൊക്കെ അവിടെ പറയുകയുണ്ടായി. प्रभु अपने मृत्यु के बारे में, पुनरुत्थान के बारे में सब पहले से ही उनको बताया था, എന്നാൽ ഇതൊന്നും അവർ ഗ്രഹിച്ചില്ല. लेकिन ये सब बातें वो लोग ग्रहण नहीं कर पाए. ഇത് എത്ര അത്ഭുതം അല്ലേ? ये कितना अद्भुत बात है ना. കർത്താവ് പറയുന്നത് അതുപോലെ നമ്മൾ വിശ്വസിക്കാനും അതിനെ നമുക്ക് മനസ്സിലാക്കി ആ നിലയിൽ പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. इसीलिए प्रभु ने बोला हुआ बातों को उसको वैसे ही मानकर उसी के हिसाब से क्रिया करना, उसके साथ करना, ये एक जरूरी बात है जो हमें करना चाहिए. ഇവിടെ നമുക്കറിയാം കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. हम जानते हैं कि प्रभु यीशु मसीह उनका मृत्यु हुआ, वो गाड़ा गया, फिर पुनरुत्थान हुआ. അപ്പോൾ ചില സ്ത്രീകൾ വന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ കർത്താവിന്റെ വെച്ച കല്ലറയിൽ കർത്താവില്ല, അപ്പം അത് കാലിയായിരിക്കുകയാണ്, അത് തുറന്നു കിടക്കുകയാണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്കും പത്രോസും യോഹന്നാനും കൂടെ ഒരു ഓട്ടം ഓടി. हम जानते हैं ना, जब सुबह सवेरे सवेरे जब स्त्री लोग वो लोग कब्र के पास आया और वो लोग देखा कि वो कब्र से बाहर पत्थर हट चुका है, उन लोगों को मालूम पड़ा कि यीशु मसीह का शरीर वहां पर नहीं है, मतलब यीशु मसीह नहीं है करके वो लोग ये संदेश तुरंत जाकर जब चेलों को बताया, हम देखते हैं യോഹന്നാൻ और पत्रोस एक बहुत बड़ा दौड़ता है वो लोग. അപ്പോൾ എന്നിട്ട് അവർ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്, കല്ലറ തുറന്നു കിടക്കുന്നു. और वो लोग आके देखते तो क्या है, देखो तो सच है, वो पत्थर वहां से हट चुका है. അവരകത്ത് ചെന്ന് നോക്കി. वो लोग अंदर जाके देखा. അകത്ത് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്റെ ശീലകളെല്ലാം അവിടെ തലയിൽ വെച്ച തലയിൽ ചുറ്റിയിരുന്ന റൂമാലും ശീലകളെല്ലാം അവിടെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. हाँ, वहाँ पर हम देखते हैं कि क्या हो गया, उसमें प्रभु को जो ढका हुआ जो वस्त्र था, जो रूमाल था, वो सब बातों को साइड में रखा है. എന്നിട്ട് അതിന് 9 വാക്യത്തിൽ വായിക്കുന്നതാണ്. और वाक्य 9 में हम पढ़ते हैं, യോഹന്നാൻ 20:9. യോഹന്നാൻ का सुसमाचार 20 का 9 में हम पढ़ते हैं. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ലെന്ന്. हाँ, 20 का 9 पढ़ेंगे. वे तो अब तक पवित्र शास्त्र की वह बातें न समझते कि उसे मरे हुए में से जी उठना होगा. हाँ, അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവർക്ക് അതുവരെ അറിയത്തില്ലായിരുന്നു കർത്താവ് ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. हाँ, तो यानी कि तभी तक पवित्र शास्त्र में लिखा हुआ बातें प्रभु के जी उठने का विषय में तब तक उनको समझ में नहीं आया. അറിയണവരെ അറിവില്ലെങ്കിൽ എന്തെല്ലാം അബദ്ധങ്ങളാണ് സംഭവിക്കുന്നത്. इसलिए देखो, अगर बातों को अगर सही रीति से समझेंगे नहीं तो कितना गलती हम कर बैठते हैं. കർത്താവിന്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടോ? क्या प्रभु का वचन में बदलावट आता है क्या? അവർ മാനുഷികമായി ചിന്തിച്ചു, കർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മരിച്ചവരിൽ നിന്ന് ഉയർക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ, അതൊക്കെ അവർക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല. तो वो लोग ने सोचा होगा, अरे प्रभु तो बोला कि वो मृत्यु में से उठकर आएगा, मरे हुए में से उठकर आएगा करके, लेकिन वो व्यक्ति खुद से उठकर आ सकता है क्या? प्रभु ने ऐसा बोला होगा, लेकिन खुद से कोई उठकर आ सकता है क्या? കാരണം അങ്ങനെ ഒരു കാര്യം നടന്നത് കേട്ടിട്ടില്ല, അങ്ങനെ ഒരു കാര്യം നമുക്കൊന്നും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. क्योंकि ऐसा संभव कभी हुआ नहीं है और ऐसा बात को विश्वास करना उन लोग का बुद्धि से समझ के बाहर है वो. ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇപ്പൊ നമുക്കിങ്ങനെ 10, 300, 400, 500 പേർക്ക് ഇങ്ങനെ ആകാശത്തിലൂടെ ഇങ്ങനെ ഒരു ഇതിൽ യാത്ര ചെയ്യാൻ കഴിയുന്നൊക്കെ ഇന്നേക്ക് ഒരു 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരം പറയരുതല്ലേ പറയുള്ളൂ. उदाहरण के रूप में जरा सोचो, आज से 100 साल पहले की बात है. 100 साल पहले के लोगों को अगर यदि हम कहे कि 100 लोग, 500 लोग, 300 लोग ऐसा बादलों में ना उड़कर जा सकते हैं करके, 100 साल पहले लोगों को अगर बोल देंगे कि लोग ऐसा उड़ सकते हैं करके बोलेगा तो वो लोग क्या बोलेंगे? ये क्या मूर्खता की बातें कर रहे हैं बोलेंगे ना. അല്ലെ, ഇന്നിപ്പോ നമ്മൾ പരസ്പരം ഇങ്ങനെ അമേരിക്കയിൽ ഇരിക്കുന്നവരെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കണ്ട് നേരിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്കൊന്ന് ഒരു 100 വർഷം മുമ്പുള്ളൊക്കെ അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല. तो मतलब आज के जमाने के लोग जैसा आज भारत में बैठकर अमेरिका के लोगों से बात कर रहे हैं, विदेश के कोई भी लोगों से फोन के द्वारा आमने सामने बात करने के तरीके से हम लोग बात कर रहे हैं, यही बात अगर 100 साल पहले या 50 साल पहले अगर लोगों को बोलेंगे तो उन लोग को वो बात समझ के बाहर है वो बातें. അപ്പൊ അതിനേക്കാളും കഠിനമായി പോയി ഇവിടെ ശിഷ്യന്മാരുടെ അവസ്ഥ. उससे भी कठिन और अवस्था है ये चेलों का जो अभी हुआ है. കാരണം 3.5 വർഷം ആ നല്ല കർത്താവിനോട് കൂടെ ഗുരുവിനോട് കൂടെ നടന്ന് എല്ലാം കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തത് കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. क्योंकि 3.5 साल प्रभु के साथ बने रहकर उनका सारा सेवा सब बातें उन्होंने देखकर प्रभु के साथ रहकर जीने वाले चेले लोग प्रभु का पुनरुद्धार हो गया, वो जी उठा है बोला तो वो बात उनको समझ में नहीं आया. ഇവിടെ ഇന്നും നമ്മുടെ ജീവിതത്തില് നമ്മുടെ വിശ്വാസത്തിന് അനേക അപാകതകളുണ്ട്. നമ്മള് തിരുവചനത്തെ വേണ്ടുവണ്ണം അത് ഗ്രഹിക്കുന്നില്ല, അത് നമ്മൾ കൈക്കൊള്ളുന്നില്ല, അത് നമ്മൾ നമ്മുടെ ജീവിതത്തില് സ്വയത്തമാക്കാൻ ഉത്സാഹിക്കുന്നില്ല എന്നൊരു വലിയ കുറവ് നമുക്കുണ്ട്. इसलिए आज हमारे जीवन में एक बहुत बड़ा निर्बलता का अवस्था है कि प्रभु का वचन को सही रीति से ग्रहण नहीं कर पाते, समझ नहीं पाते. वचन को जिस रीति से हमें स्वीकार कर समझना चाहिए वो रीति से ना समझने का एक अवस्था का एक बहुत बड़ा कमजोरी हमारे अंदर अभी भी है. അപ്പോൾ ഇതേ കാര്യം ഇത് ഏത് തലമുറയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. और ये हर एक पीढ़ी में ये होता रहा है. നമുക്കറിയാം, പിന്നെ ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം
അതിന്റെ प्रेरितों का 27-28 വാക്യം വായിക്കുമ്പോൾ उसका प्रेरितों का कार्य 13 अध्याय उसका 27 और 28 जब हम पढ़ते हैं യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ സബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷിക്കുകയും വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പിലാത്തോസിനോട് അപേക്ഷിച്ചു. पढ़ेंगे प्रेरितों का कार्य 13 अध्याय 27 और 28। क्योंकि यरूशलेम के रहने वाले और उनके सरदारों ने न उसे पहचाना और न भविष्य वक्ताओं की बातें समझी जो हर सबत के दिन पढ़ी जाती है, इसलिए उसे दोषी ठहराकर उन बातों को पूरा किया। उन्होंने मार डालने के योग्य कोई दोष उसमें न पाया, तो भी पिलातुस ने विनती की कि वह मार डाला जाए। അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ അജ്ഞത നിമിത്തമാണ് അവർ ആ കാര്യങ്ങൾ ചെയ്തത്. तो इधर हम देखते हैं कि उनका अज्ञानता के वजह से उन लोगों ने ये कार्य किया है। അവർ പ്രവാചകന്മാരുടെ വചനങ്ങളെ തിരിച്ചറിഞ്ഞില്ല. उन लोग भविष्यवक्ताओं का जो वचन था जो हर शब्द के दिन उन लोगों को पढ़ाया जाता था वो बोलने पर भी उन लोग ने पहचाना नहीं। പ്രിയമുള്ളവരെ, ഇന്നും നമുക്ക് ദൈവവചനം എത്രമാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. इसलिए आज भी प्रभु प्रियो जब प्रभु का वचन जब आपकी उपस्थिति में आते समय में क्या हम उसको पहचान सकते हैं, क्या ग्रहण कर पाते हैं क्या? നമ്മൾ ഈ വചനത്തെ ശരിയാവണ്ണം ഗ്രഹിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയം വളരെ ദൈവവുമായിട്ട് വളരെ ആഴമായ ബന്ധത്തിലായി. Amen। जब प्रभु का वचन को सही रीति से ग्रहण करने होगा तो क्या होगा, हमारा हृदय प्रभु के साथ का गहरा नाते में प्रवेश करता है। ഞാൻ പറയട്ടെ, ഇന്ന് പല നിലകളിൽ ജനങ്ങൾ പാപത്തിന്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെട്ട് ദൈവിക ജീവനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. हम एक ऐसा समय में जी रहे हैं जब लोग पाप के में गिरकर और हृदय कठोर होकर प्रभु से दूर होते जा रहे हैं। ദൈവമക്കളെ, നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ വചനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? इसके लिए प्रियो जब हम वचन सुनते समय में ये वचन को समझने में हो रहा है क्या? പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ വചനം വായിച്ചു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ വചനം കേട്ടു പക്ഷെ എനിക്കൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് പലപ്പോഴും പറയാറുണ്ട്. क्योंकि अक्सर लोग ऐसा कहते हैं मैंने वचन को तो पढ़ा लेकिन मुझे समझ में नहीं आ रहा है। आप जो वचन को मैंने सुना, लोग क्या बोलते प्रचार करते सुना लेकिन मुझे समझ में नहीं आ रहा है करके ऐसा बहुत लोग ये गवाही दिए है। ഇവിടെ എന്താണ് കാരണം? उसका कारण क्या है? നമ്മൾ എവിടെയെങ്കിലും ചതിക്കപ്പെട്ടിട്ടുണ്ട്. ശത്രു നമ്മളെ ചതിച്ച് എവിടെയെങ്കിലും ഭാവത്തിൽ വീഴിച്ച് നമ്മുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുന്നു. क्योंकि शैतान ने हमें धोखा दिया है, कोई ना तो कोई अवस्था में परिस्थिति में हम लोग गिर चुके हैं, पाप के अधीन में हम लोग फंस चुके हैं। നമുക്ക് ഇതിന്റെ ശരിയായ അറിവ് ഇല്ലാതെ വരുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയം കഠിനമാകും. क्योंकि जहाँ पर भी हमें सही इस विषय वचन का विषय में सही रीति का जानकारी ना हो या वो वचन का पहचान नहीं होगे तो हम धोखा खाते हैं। പാപം നമ്മുടെ ഹൃദയം കഠിനമാക്കുവാൻ ഇടയായിരിക്കും. पाप हमारे हृदय को कठोर कर देता है। നമുക്കറിയാം, എഫേസ്യർ 4:18 വാക്യം വായിക്കുമ്പോൾ അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്ന് മനം നിറമ്പിച്ചു പോയി. एफेसों का पुस्तक 4:18 में जब हम पढ़ते हैं, एफेसों का पुस्तक 4:18 में, क्योंकि उनकी बुद्धि अंधेरी हो गई है और उस अज्ञानता के कारण जो उनमें है और उनके मन की कठोरता के कारण वे परमेश्वर के जीवन से अलग हुए हैं। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ജീവൻ അകന്നു പോകത്തക്ക നിലയിൽ ഹൃദയം കഠിനമാകുവാൻ പാപം മുഖാന്തരമായി തീരും. तो वहां पर देखते हैं परमेश्वर के विषय में वो लोग उनका हृदय कठोर होने का कारण क्या है, वो अज्ञाता का कारण क्या है, पाप की वजह से। അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും അവിടെ ഒരു ചതിവ് സംഭവിച്ചിട്ടുണ്ട്, അവിടെ പാപം വന്നിട്ടുണ്ട്, നമ്മുടെ ഹൃദയം കഠിനമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത് ഗ്രഹിക്കാൻ കഴിയാതെ. तो अगर क्योंकि अगर वचन हमको समझ में नहीं आ रहा या ग्रहण करने नहीं हो पा रहा, स्वीकारने नहीं हो रहा, तो एक बात अच्छी तरह समझना, वो विश्वासी के जीवन में ऐसा कुछ तो पाप आया है जो उसको दबोच कर रखा है, उसको पकड़ के रखा है, जिसकी वजह से वचन का बातों का पहचान उसको समझ में नहीं आ रहा। അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും കൂടി വരുമ്പോൾ തിരുവചനത്തിലൂടെ നമ്മളെ തന്നെ ശോധന കഴിക്കാനായിട്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ വളരെ ആഴത്തിൽ നിങ്ങൾ ടച്ച് ചെയ്യുന്ന നിലയിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. इसीलिए तो जब भी हम एक दिन जब इकट्ठा होकर जब हम वचन बांटते समय में हमारा उद्देश्य यही है कि ये वचन को इतना आसानी से आपको बताए ताकि उस वचन के अंदर रहने वाला जो जीवन का बात है उसको आप स्पर्श कर सकते। നമ്മൾ എബ്രായ ലേഖനം 3:13 വായിക്കുമ്പോൾ നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. एब्रायर 3:13 इब्रानियों का पुस्तक 3:13 में हम पढ़ते हैं, वरन जिस दिन तक आज का दिन कहा जाता है हर दिन एक दूसरे को समझाते रहो, ऐसा न हो कि तुम में से कोई जन पाप के छल में आकर कट्टर हो जाए। അപ്പോൾ നമ്മൾ
ഈ നമ്മൾ ഏതെങ്കിലും നിലയിൽ നമ്മളെ ചതിക്കുവാനാണ് ശത്രുവിന്റെ ലക്ഷ്യം. देखो शैतान का शत्रु का एक ही बहुत बड़ा चाल क्या है कि पाप का विषय लेकर हमको कैसा भी वो धोखा दे. അപ്പോൾ നമുക്ക് ആ ചതിയിൽ നമ്മുടെ ഹൃദയം കഠിനമായാൽ സംഭവിക്കുന്നത് എന്തുവാണ്? നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ദൈവിക ആലോചനകൾ കേട്ട് ഗ്രഹിക്കാൻ പോലും കഴിയാത്തൊരു അനുഭവത്തിലേക്ക് നമ്മൾ മാറും. तो उस धोखा का खासियत क्या है? वो धोखे में अगर हम पड़ गए तो प्रभु का वचन को हम ग्रहण नहीं कर पाएंगे, समझ नहीं पाएंगे और एक गलत रीति का तरीके में हम जीने लगेंगे. Praise the Lord. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ इस्लाम सॉरी प्रभु की उपस्थिति में बने रहते समय में ദൈവവചനം കേൾക്കുമ്പോൾ परमेश्वर का वचन को जब हम सुनते हैं, ആ വചനത്തിന് അതിൻ്റെതായ ഗൗരവം കൊടുക്കണം. उस वचन को उस रीति का मूल्यता और गौरव के इस मन से हमें सुनना है. ഞാൻ എവിടെയായിരിക്കുന്നു, मैं कहाँ पर बैठा हूँ, ഞാൻ എന്താണ് കേൾക്കുന്നത്. मैं क्या सुन रहा हूँ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പ്രയോജനമുള്ള അല്ലെങ്കിൽ നമുക്ക് നേട്ടമുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. हम लोग गए दिनों में वचन के विषय में लाभदायक बातें, हमें जो फायदा हो सकता है उस विषय को हम लोग देख रहे थे. അപ്പോൾ ദൈവഭക്തി പ്രയോജനമുള്ള നമ്മൾ കണ്ടു. और हमने उस दिन तभी हमने देखा था जो परमेश्वर का भक्ति है वो एक लाभदायक बात है. ദൈവവചനം പ്രയോജനമുള്ളതാണ് നമ്മൾ കണ്ടു. परमेश्वर का वचन भी एक लाभदायक बात है. അതിനെ കുറിച്ച് നമ്മൾ അനേക കാര്യങ്ങൾ കാണുകയുണ്ടായി. और उसी में हम लोग ने बहुत से बातें देखे थे ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിക്കാം. और उसमें से भी कुछ बातें और याद दिलाना चाहता हूँ. കാരണം ഈ ദൈവത്തിന്റെ വചനം നമുക്കറിയാം. നമ്മള് 119 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണല്ലോ. 119 4 വാക്യം. 119 का 4 जब हम पढ़ते समय में, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. 119 का 4 पढ़ेंगे. तूने अपने उद्देश्य इसलिए दिए हैं कि वे यत्न से माने जाएं. हाँ, അപ്പോൾ ദൈവത്തിന്റെ വചനം കൃത്യമായി ആചരിക്കണമെന്നാണ്. तो यानी कि परमेश्वर का वचनों को यत्न से हम लोग उसको माने, इसके लिए प्रभु ने वचन दिया है. അതിലൂടെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. क्योंकि प्रभु ने अगर कुछ बातें बोला है तो उसको वैसे ही हमें मानना है, वैसे ही करना है. നമുക്കറിയാം നോഹയോട് ഒരു കപ്പലുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ആ കപ്പൽ എങ്ങനെയെങ്കിലും നോഹയുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കാനല്ല പറഞ്ഞേ. അതിന്റെ കാര്യങ്ങളുടെ എല്ലാ അളവും അതിന്റെ ഉയരവും അതിന്റെ വീതിയും അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി, അത് ഏത് മരം കൊണ്ടുണ്ടാക്കണം, അത് എത്ര അറയുള്ളതായിട്ട് ഉണ്ടാക്കണം, എത്ര വാതിൽ വേണം, എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. हम देखते हैं कि नूह को जब जहाज बनाने के लिए बोलते समय में वो नूह ने अपना बुद्धि है, अपना समझ के हिसाब से नहीं वो जहाज बनाया, बल्कि परमेश्वर ने उसको जो आज्ञा दिया था उसी के हिसाब से था. उस जहाज का माप कितना होगा, कौन सा लकड़ी से करना चाहिए, कितना लंबा होना चाहिए, कितना चौड़ा होना चाहिए, कितना दरवाजे होने चाहिए, कितना पड़ाव होना चाहिए, सब बातें परमेश्वर ने जो आज्ञा दिया वैसा नूह ने किया. നമുക്കറിയാം ഇത്രയും വലിയൊരു കപ്പലിന് നിശ്ചയമായിട്ടും നോഹയാ ഉണ്ടാക്കിയെങ്കിൽ അതിനൊരു 10 വാതിലെങ്കിലും വെച്ചാൽ. अगर इतना बड़ा जहाज अगर बनाना है करके अगर उसको मानी मिला होता तो नूह को अगर अपना बुद्धि से अगर करना होता कम से कम 10 दरवाजे तो बना लेता था वो. എന്നാൽ അവിടെ ഒരു വാതിലേ ഉള്ളൂ. लेकिन वहां पर हम देखो एक ही दरवाजा था, കാരണം ആ വാതിൽ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. क्योंकि वो दरवाजा मसीह को दिखाता है. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, ഈ നമുക്ക് നോഹയുടെ പെട്ടകം എന്നുള്ളതെല്ലാം മൊത്തത്തിൽ ക്രിസ്തുവിനെ കാണിക്കുന്നത് നമുക്കറിയാം. हम वाकिफ में हम जानते हैं ना, नूह का जो जहाज जो बनाया था वो जहाज पूर्ण रीति से संपूर्ण जहाज मसीह को दिखाता है. ക്രിസ്തു എന്ന ഒരു വാതിലല്ലാതെ മറ്റൊരു വാതിലില്ല പ്രിയമാണ്. लेकिन उसका एक दरवाजा का मतलब क्या है, मसीह छोड़ और कोई दरवाजा नहीं है, उसको दिखाता है. അപ്പോൾ അവിടെ അതിൽ മാത്രമാണ് നമ്മൾ സുരക്ഷിതം. उसी में हम लोग सुरक्षित है. അപ്പോൾ അതുപോലെ തന്നെ സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വളരെ മിസ്രൈമിലെ എല്ലാ ജ്ഞാനവും പ്രാപിച്ച മോശയോട്, മോശ ഇന്ന് നല്ല ബുദ്ധിമാനാണല്ലോ, ഇങ്ങനെയൊരു കൂടാരം ഉണ്ടാക്കോട്ടോ എന്ന് പറയല്ലേ ഇത്. ദൈവം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കണം, അതിന്റെ അളവ്, അതിന്റെ കാര്യങ്ങളെല്ലാം ഏത് മരം കൊണ്ട്, ഓരോ മനശീലയോ തിരശീലയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഏത് നൂലുകൊണ്ട് കൃത്യമായിട്ട് ഓർഡർ കൊടുത്തു. तो वहां पर देखो अभी मूसा को जब मिलाप वाला तंबू बनाने के लिए बोलते समय में, अभी मूसा तो संसार का मिस्र देश का पूरा ज्ञान प्राप्त किया हुआ व्यक्ति है. तो परमेश्वर ऐसा नहीं कहा देखो मूसा तुमको संसार का अच्छा ज्ञान है इसलिए मेरे लिए एक मिलाप वाला तंबू बना, वैसा नहीं कहा. लेकिन पर्वत में जो बताया उपदेश के अनुसार वही उसने भूमि पर बनाया. वो कितना कौन सा पेड़ से बनाना चाहिए, कौन सा लकड़ी इस्तेमाल करना चाहिए, उसका अवस्था क्या होना चाहिए, अंदर बाहर कौन सा चमड़ा इस्तेमाल करना, बाहर वो अंदर जब पर्दा
पर्दा बनाते समय में वो पर्दे में कौन सा धागा लगाना चाहिए, इस तरह का हर एक छोटा छोटा बातों का वर्णन प्रभु ने जैसा बताया वैसा मूसा ने किया। ദൈവമക്കളെ, നമ്മളോട് ദൈവം ഓരോ കാര്യങ്ങളും കൽപ്പിച്ച് തന്നിരിക്കുകയാണ്. मैं उसी तरह प्रभु ने अपने एक एक बातों को हम लोग को आगे के पूर्वक दिया है। ഈ ദൈവവചനം വായിക്കുമ്പോഴത്തേക്കും ഇത് എന്നോടുള്ള ദൈവത്തിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ നമുക്ക് ഉത്സാഹമുണ്ടോ? इसलिए जब प्रभु का वचन को जब हम पढ़ते समय में ये परमेश्वर का आज्ञा है, इसको मुझे मानना है करके वो उत्साह से हम लोग जीते हैं क्या? എടാ, ഇതുവരെ എനിക്കത് അറിയത്തില്ലായിരുന്നു, ഇത് ഞാൻ ഇന്ന് മനസ്സിലാക്കി, അത് ഞാൻ ചെയ്യാനായിട്ട് എനിക്കൊരു നല്ലൊരു ഉത്സാഹമുണ്ടോ? तो अरे इतना समय से मुझे ये बात ऐसा समझ में नहीं है, लेकिन इसका ऐसा भी अर्थ है क्या बोलकर, ठीक है अभी से मुझे ऐसा करना है बोलकर ऐसा समझकर हम लोग ग्रहण करके वो उत्साह से उसको पूरा करने हो मन है क्या? 119:60 ദാവീദ് പറയുന്നത്, നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. 119 का 60 में हम पढ़ते हैं, वो 119 का 60 में 60, मैं तेरी आज्ञाओं को मानने में विलंब नहीं स्फूर्ति की है। हाँ, बल्कि मैं विलंब में देरी नहीं कर रहा, बल्कि एकदम स्फूर्ति मतलब जल्दी से मैं पूरा करने का यत्न कर रहा हूँ। നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ आपका आज्ञाओं को मानने के लिए ഞാൻ ഒരിക്കലും താമസം വരുത്തുന്നില്ല. मैं उसको विलंब नहीं करता, देरी नहीं करता। ഞാനത് വളരെ വേഗത്തിൽ സ്പീഡിൽ ബന്ധപ്പെട്ട് ചെയ്യുന്നു. मैं उधर उत्साह से जल्दी से फुर्ती से उसको पूरा करना चाहता हूँ, അതിനൊരു ഗൗരവമുണ്ട് പ്രിയപ്പെട്ടവരെ. क्योंकि उसको एक मूल्यता है प्रियो। കാരണം അറിയോ, कारण क्या है? ഈ വചനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈബിള് മാത്രമാണ് ദൈവവചനം. क्योंकि हमें एक बात समझना है, बाइबल ही एकमात्र ऐसा पुस्तक है जो परमेश्वर का वचन है। അപ്പോൾ ഇത് രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ഏക സത്യ ദൈവത്തിന്റെ സത്യവചനമാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്തോട് നമുക്ക് എത്രമാത്രം വലിയ കടപ്പാടുണ്ട്. जैसे कि मैं पहले भी कहा था, ये राजाओं का राजा ने लिखा हुआ, प्रभुओं का प्रभु ने लिखा हुआ एकमात्र परमेश्वर का वचन ये पुस्तक है, ये बाइबल है। इसलिए इस वचन के सामने आते समय में कितना गौरवपूर्वक हमें ये वचन को सुनकर ग्रहण करना है। ദൈവം പറഞ്ഞ വാക്ക്. मतलब परमेश्वर ने बोला हुआ बातें मनुष्य ने लिखा है। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ആരുടെ വചനമാണെന്ന് നാം കാണുക. यानी कि ये किसका वचन है ये हमें देखना है। എഴുതിയവരുടെ പ്രത്യേകതയല്ല, जिन्होंने लिखा है उनका खासियत नहीं। നമ്മള് ഇത് ആടെ ഇത് നമുക്കറിയാം. ഈ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 19:16 വായിക്കുന്നത് അവിടുന്ന് ആരാണെന്നാണ്. അവിടുന്ന് 19:16 വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും രാജാതി രാജാവും കർത്താവ് കർത്താവും. അപ്പോൾ അവിടുന്ന് ആരാണ്? അവിടുന്ന് രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. तो प्रकटीकरण 19:16 में वहां पर हम देखते हैं कि ये प्रभु कौन है? राजाओं का राजा और प्रभुओं का प्रभु है। അപ്പോൾ അങ്ങനെയുള്ളവന്റെ വചനങ്ങളാണിത്, उनका वचन है ये। അവിടുന്ന് നമുക്കിത് തന്നിരിക്കുന്നത് നമ്മൾ കൃത്യമായി ആചരിക്കാൻ തന്നെയാണ്. तो उन्होंने ये वचन अगर हमको दिया है तो उसको सही रीति से मानने के लिए दिया है। ഞാനിവിടെ നമ്മള് എക്ലേഷ്യൻസ് 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ व्यवस्था विवरण उसका 8:4 में हम पढ़ते हैं, രാജകൽപ്പന ബലമുള്ളത് നീ എന്ത് ചെയ്യുന്നു. രാജകൽപ്പന ബലമുള്ളത് എന്ന് പറഞ്ഞാൽ അത് മറ്റു ഭാഷയിൽ വായിക്കാം. हाँ व्यवस्था उसका सॉरी सभा उपदेश एक्लीसियास्टिक्स, व्यवस्था विवरण नहीं, सॉरी गलती हो गया, सभा उपदेश एक्लीसियास्टिक्स जो है उसका 8वां अध्याय वाक्य 4 में हम पढ़ते हैं। വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ. हाँ एक्लीसियास्टिक्स सभा उपदेश उसका 8:4, क्योंकि राजा के वचन में तो सामर्थ रहती है, और कौन उसे कह सकता है कि तू क्या करता है। അപ്പൊ പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞാല് ദൈവകൽപ്പനയ്ക്ക് എന്തുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവകൽപ്പനയ്ക്ക് അധികാരമുണ്ട്. यानी कि क्या ये राजा का वचन यानी परमेश्वर का जो वचन है उसमें सामर्थ है, अधिकार है। അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മളൊരു രാജകൽപ്പന പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? तो राजा का जब आगे आते समय, राजा का जब वचन आते समय में उसको मानने के लिए हम लोग जिम्मेदार है कि नहीं? ദൈവമുള്ളവരെ നിശ്ചയമായിട്ടും നമ്മൾ ബാധ്യസ്ഥരാണ്. इसके लिए वास्तव में हम लोग उसको मानना हम लोग जिम्मेदार है। അപ്പോൾ നമ്മുടെ കർത്താവ് രാജാതി രാജാവ്, അവൻ രാജാക്കന്മാരുടെയും രാജാവാണെങ്കിൽ ആ വചനം പാലിക്കുവാനായിട്ട് നമ്മൾ എത്രമാത്രം കടപ്പെട്ടവരാണ്. क्योंकि हमारा प्रभु राजाओं का राजा है, तो ये राजाओं का राजा का जब वचन जब हमारी उपस्थिति में आते समय में उसको मानना हम लोग जिम्मेदार है ना। നമുക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. क्योंकि एक एक बातें उस वचन का कितना गंभीरता अवस्था क्या है वो उसके अवसर अनुसार है हम मानते हैं। ആരുടെ വാക്കാണ് എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ
അവരുടെ എന്താണ് പദവി, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കാര്യങ്ങൾ നമ്മൾ നിവർത്തിക്കുന്നത്. हम जानते हैं ना, जिस व्यक्ति ने बोला है वो व्यक्ति का स्थान क्या है, वो स्थान हम लोग देखकर उस स्थान को मानकर, अरे ये आदमी बोल रहा है ना तो मानना पड़ेगा बोलकर वो स्थान को, पदवी को इज्जत देकर हम मानते हैं. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ദൈവത്തെക്കാളും വലിയ ആരെങ്കിലും ഉണ്ടോ? तो इसलिए ऐसा है तो प्रियो, परमेश्वर से ऊंचा स्थान में कोई है क्या? परमेश्वर ही सबसे ऊंचा है ना. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടത് എങ്ങനെയാണ്? കേട്ട് അനുസരിക്കണമെന്നുള്ള ഒരു മനോഭാവത്തോടെ തന്നെയായിരിക്കും. Amen. इसलिए जब वचन को सुनते समय में हमारा मनोभावना कैसा होना चाहिए? ये वचन जब मेरे पास आएगा तो इसको मानना है, उसका आगे का पालन करना है, उसी मन से हमें सुनना है. അപ്പോൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് രാജാവിന്റെ കൽപ്പനയാണ്, ഇത് രാജാവിന്റെ വചനമാണ്, അതിന് അതിൻ്റെതായ ഗൗരവമുണ്ട്. Amen. इसके लिए हमें समझना है कि ये वचन जो है ये राजा का वचन है. अगर राजा का वाणी आया है तो उसको वो मूल्यता देना है. അപ്പൊ ഇനി വേറെ ഒരു കാര്യം ഈ വചനത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറയട്ടെ. हाँ, और एक खास बात ये वचन के विषय में जो लिखा गया वो बात मैं बताना चाहता हूँ. ഇയ്യോബ് 6:10 ബി പാട്ട്. उसका अय्यूब 6 का उसका 10 का आखिरी भाग में हम पढ़ते हैं. പിന്നെ ഇംഗ്ലീഷോടൊന്ന് പറഞ്ഞു ചേർക്കാൻ. हाँ, ओके. जोब बुक ऑफ जोब 6:10 बी पार्ट. പരിശുദ്ധന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഇത് ഇയ്യോബിന്റെ ഒരു വലിയ സാക്ഷ്യം കേട്ടോ. हाँ, उसका 6 का आखिरी भाग में हम देखते हैं. हाँ, पढ़ो. क्योंकि मैंने उस पवित्र के वचन का कभी इनकार नहीं किया. हाँ, वो पवित्र जन का वचन को मैंने कभी इनकार नहीं किया. അപ്പോൾ ഇത് പരിശുദ്ധന്റെ വചനമാണ്, അതുകൊണ്ട് ഈ വചനവും പരിശുദ്ധമാണ്. क्योंकि ये पवित्र जन का वचन होने की वजह से ये वचन भी पवित्र है. അപ്പോൾ അതിന് എത്ര ഗൗരവമുണ്ട്. तो देखो उसने मतलब अब ये वचन का मूल्यता बढ़ गया ना. നമ്മൾ എപ്പോഴും പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധന്റെ വചനമാണ്, അത് പരിശുദ്ധ വചനമാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്തോട് അതിന്റെ സ്വഭാവം പരിശുദ്ധമാണെങ്കിൽ ഈ വചനത്തെ നമ്മൾ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. क्योंकि ये पवित्र जन का वचन है, ये पवित्र जन से आया हुआ वचन है, ये वचन भी पवित्र है. ये वचन बोलने वाला व्यक्ति ही पूरा पवित्र स्वभाव का व्यक्ति है, तो वो वचन को हमें मूल्यता देना है. ഈ വചനം നമ്മൾ അനുസരിക്കാതിരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ആ വചനത്തെ നിന്ദിക്കുക. हाँ यार, अगर ये वचन को हम मान नहीं रहे, ऐसा स्वभाव है तो मतलब ये वचन देने वाला व्यक्ति का निंदा कर रहे हैं. അതുകൊണ്ടാണ് നമ്മൾ നീതിവചൻ സദൃശ്യവാക്യങ്ങൾ അതിന്റെ 13 ഇങ്ങനെ വായിക്കുന്നത്. इसलिए हम नीति वचन में प्रोवर्ब्स 13:13 में हम पढ़ते हैं. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്ര ഗൗരവമായിട്ട് പറയുന്നു പറഞ്ഞാൽ, എത്രയോ പ്രാവശ്യങ്ങൾ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം കൊടുക്കാറില്ല. കേട്ടാൽ തന്നെ നമ്മളത് ഗ്രഹിക്കുന്ന ഉത്സാഹിക്കുന്നില്ല, അത് മാനിക്കുവാനായിട്ട് ഉത്സാഹിക്കുന്നില്ല. അതൊക്കെ നമ്മൾ വാസ്തവത്തിൽ നമ്മളെ തന്നെ ചതിക്കുക. तो इसलिए प्रियो, मैं क्यों बार बार वचन का मूल्यता मैं आपको बताना चाहता हूँ, क्योंकि बहुत बार ऐसा होता है कि वचन को लोग मूल्य नहीं समझते, उसको मुख्य नहीं समझते, उसको मानने के लिए दिलचस्पी नहीं रखते, जिसकी वजह से वो लोग धोखे में गिर जाते हैं और एक बहुत बड़ा फंदे में आ जाते हैं. इसके लिए वचन का मूल्यता को बार बार मैं आपको याद दिलाना देते रहता हूँ. नीति वचन 13:13 में. അപ്പോൾ വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി എന്നാ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാല് ഈ വചനം കേട്ടിട്ട് അത് അതുപോലെ അനുസരിക്കാൻ മനസ്സ് വയ്ക്കാത്തവൻ അതിന് ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞാൽ അവൻ വലിയ ശിക്ഷായോഗ്യനായി മാറുമെന്ന് പറഞ്ഞിട്ട് സാരം. उसका 13 का शुरुआत पढ़ेंगे. प्रोवर्ब्स 13:13. जो वचन को तुच्छ जानता वो नष्ट हो जाता है. हाँ, बस यानी वो मलयालम में जब पढ़ते समय में जो वचन को तुच्छ जानता है उसका दाम उसको चुकाना पड़ेगा, उसको मूल्य देना पड़ेगा, मतलब उसको हिसाब देना पड़ेगा. और वो हिसाब क्या है कि वो नष्ट हो सकता है जो वचन को तुच्छ करता है. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായി അനുസരിക്കുവാൻ പാലിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. इसलिए हमेशा प्रभु का वचन को हमें मानने के लिए पूर्ण रीति से हमें मन के साथ वो वचन को मानना है. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? क्या उस रीति से हम करते हैं क्या? നമ്മൾ ഓരോ കാര്യങ്ങളും അനുസരിക്കുന്നതിൽ ദൈവവചനാനുസരണം നമ്മുടെ കാര്യങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? तो एक बातें को, हमारे जीवन का सभी बातों को प्रभु के वचन के अनुसार उसको क्रमांक में लाकर वचन को मानकर चलने के लिए उत्साह है क्या? ശരിയായ നിലയിൽ നമുക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? सही रीति से वचन को समझने को हो पा रहा है क्या? നമ്മള് അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. യെശയ്യാവ് 55:11 ഈ വചനത്തിന്റെ വലിയൊരു വിശേഷത പറയുന്നത് ഇങ്ങനെയാണ്. ഐസായ 55:11 में ഐസായ 55:11. ഈ വചനങ്ങൾ ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ട വചനങ്ങളാണ്. ये वचन का खासियत क्या है? ये परमेश्वर के मुख से निकला हुआ वचन है. എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. पढ़ेंगे ഐസായ 55:11. उसी प्रकार से मेरा वचन भी होगा जो मेरे मुख से निकलता है, वह व्यर्थ ठहरकर मेरे पास न लौटेगा, परंतु जो मेरी इच्छा है
उसे वह पूरा करेगा और जिस काम के लिए मैंने उसको भेजा है उसे सफल करेगा। मैं അപ്പോൾ ദൈവം തന്നെ പറയുന്ന കാര്യമാണിത്. तो ये परमेश्वर स्वयं कहने वाला बात है ये എന്റെ വായിൽ നിന്നും പുറപ്പെട്ട എന്റെ വചനം. मेरे मुख से निकला हुआ ये मेरा वचन। അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. इसके लिए प्रियो ये वचन को बहुत ही मूल्यता है। കാരണം പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തെ എത്രമാത്രം നമ്മൾ കരുതുമോ അത്രമാത്രം നമ്മൾ ദൈവദൃഷ്ടിയിൽ വിലയുള്ളവരായിരിക്കും. इसके लिए हम लोग वचन को कितना मूल्य देकर इसका पालन करते हैं, उसी के हिसाब से परमेश्वर की नजर में उतना मूल्यवान रहेंगे हम। ഇയ്യോബ് ഇത്രമാത്രം ഭക്തനാകാൻ ഉള്ള കാരണം, अय्यूब को इतना भक्त है करके होने का कारण क्या था? ദൈവവചനത്തെ, ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ട വചനത്തെ അതുപോലെ പ്രാധാന്യമുള്ളതായി കണ്ട് അതനുസരിച്ച് ജീവിച്ചു. चूंकि परमेश्वर का मुख से निकला हुआ यह वचन को जैसा परमेश्वर का वचन है उतना मूल्यता को वो देकर वो जिया, इसलिए वो भक्त कहलाया गया। അവിടുത്തെ ഒരു പ്രത്യേക സവിശേഷത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ उसका ആഗ്രഹിക്കുന്നു. एक खास बात मैं आपके ध्यान में लाना चाहता हूँ। ഇയ്യോബ് 23:12 ബി പാർട്ട്. उसका 23 का 12 का बी पार्ट में, जॉब चैप्टर 23 वर्स 12 बी पार्ट। അവന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിക്കണ്ടേ, അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു എന്നാ ഇയ്യോബ് പറയുന്നത്. अय्यूब का गवाही क्या है देखो बी पार्ट में, और मैंने उसके वचन अपनी इच्छा से कई अधिक काम से जानकर सुरक्षित रखे। हाँ वो एक्चुअली मलयालम और इंग्लिश में भी पढ़ते समय में परमेश्वर का मुख से आया हुआ वचन को मैंने भोजन से भी ज्यादा मूल्यवान समझा है। Praise the Lord. Amen. അതേ ദൈവമക്കളെ, നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടിക്ക് വേണ്ടി ലഭിക്കുന്ന ആഹാരത്തെക്കാളും നിത്യത്തിലേക്ക് നിലനിൽക്കുന്ന ഈ ആഹാരത്തെക്കുറിച്ച്, ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കും. इसके लिए प्रियो हमारा ये जो वचन जो है, हमें ये शारीरिक भोजन जो हमें शारीरिक बल देकर हमें तंदुरुस्त करने वाला, उस भोजन से भी ज्यादा मूल्यवान ये आत्मिक भोजन है, उसको समझकर हमें उसको मान देना है। Praise the Lord. Amen. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ വചനത്തിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. तो ये सब बातें मैं क्यों बता रहा हूँ, क्योंकि वचन को जो मूल्यता देना चाहिए वो मूल्यता देने के लिए मैं याद दिलाना चाहता हूँ, കാരണം ഇത് സത്യവചനമാണ്. क्योंकि ये सत्य वचन है। ഈ വചനം നമ്മൾ യാക്കോബ് 1:18 വായിക്കുന്നത്, സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു, സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. याकूब 1:18 जब हम पढ़ते समय में, जेम्स 1:18 में ये सत्य वचन है करके कहकर कहता है, याकूब 1:18, उसने अपनी ही इच्छा से हमें सत्य के वचन के द्वारा उत्पन्न किया। हाँ ये सत्य के वचन के द्वारा हमें उत्पन्न किया है। പ്രിയമുള്ളവരെ, എല്ലാ തെറ്റുകൾക്കും പ്രതിവിധി ദൈവത്തിന്റെ വചനമാണ്. കാരണം ഈ വചനം സത്യമാണ്. हाँ देखो प्रियो, हर एक गलतियों का उसका उत्तर ये वचन है, क्योंकि ये वचन सत्य है। Praise the Lord. Amen. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വചനത്തോട് എത്രമാത്രം നമുക്ക് കടപ്പാടുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. इसलिए इस वचन के आधार पर उसकी उपस्थिति में रहते समय में कितना जिम्मेदार मन से हमें इसको पालन करना है, कितना जिम्मेदारी है हमको। അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയം അങ്ങനെ പെട്ടെന്ന് വിടുക. इसके लिए इस वचन का मूल्यता के विषय में एक और बात बोलकर मैं आगे बढ़ना चाहता हूँ। തീത്തോസ് 1:9 അവസാന ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ഇത് വിശ്വാസ്യ വചനമാണ്, അതുകൊണ്ട് നീ മുറുകെ പിടിക്കുന്നതായിരിക്കണം. ഒരു ദൈവദാസൻ അല്ല ഒരു ദൈവ പൈതൽ ഈ വചനം വിശ്വാസ്യ വചനമായതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. हाँ तीतोस 1:9 शायद शुरुआत का भाग रहेगा। ये एक विश्वास योग्य वचन है, और वह विश्वास योग्य वचन पर जो धर्म उपदेश के अनुसार है, स्थिर है। हाँ स्थिर है, बस बस। तो ये जो एक विश्वासी बोला तो मतलब कौन, एक ऐसा, भले वो प्रभु का दास क्यों ना हो या एक साधारण विश्वासी क्यों ना, वो लोग सब लोग क्या करना है, ये एक विश्वास योग्य वचन है, उसको थामे रहना है, जो हमने अभी तीतोस 1:9 में हमने पढ़ा। അപ്പോൾ അല്ല, ഇനിയും നമുക്ക് ഈ വചനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ തീരത്തില്ലല്ലോ. हाँ अभी वचन का मूल्यता के बारे में बोलने चलते रहेगा, वो खत्म नहीं होगा। അപ്പോൾ നമുക്ക് പ്രയോജനമായ മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ ഇന്ന് പ്രവേശിക്കുക. आज हम लोग जो हमारा लाभ की बात है, हमारा फायदे का बात के विषय में, उसमें जो तीसरा बात है वो मैं बताना चाहता हूँ। അത് നമ്മൾ തീത്തോസിന്റെ ലേഖനം 3:8 നിന്ന് വായിക്കാൻ वो ആഗ്രഹിക്കുന്നു. तीतोस का पुस्तक में ही है, टाइटस 3:8। तीतोस 3:8 में हम पढ़ते हैं। ഞാൻ 3:8 വായിക്കുന്നു. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു, അല്ലെങ്കിൽ പ്രയോജനമാകുന്നു, ഉപയോഗമുള്ളതാകുന്നു. तीतोस 3:8 पढ़ेंगे। ये बात सच है और मैं चाहता हूँ कि तू इन बातों के विषय में दृढ़ता से बोले, इसलिए कि जिन्होंने परमेश्वर पर विश्वास किया है वे भले भले कामों में लगे रहने का ध्यान रखे। ये बात भली है
और मनुष्य के लाभ की है। हाँ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ സത്പ്രവർത്തികൾ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇപ്പോൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ വിഷയം. हाँ, तो तीसरा विषय वहां पर वो क्या है, ये परमेश्वर के विश्वास करने वाले लोगों के लिए भले कार्य करने के लिए मदद करता है, तो भले कार्य के लिए है ये। അപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനമായ ഒരു കാര്യമാണ് സത്പ്രവർത്തികൾ. हाँ, तो यानी कि मनुष्य के लिए जो लाभदायक जो बात है वो क्या है कि भला कार्य। എന്നാൽ ഒരു കാര്യം ഇവിടെ തെറ്റിദ്ധരിക്കരുതേ. एक बात इसमें गलत नहीं समझना। പലപ്പോഴും സത്പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ചിലരുടെ ധാരണ നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി സത്പ്രവർത്തി ചെയ്യണം എന്നാണോ പറയുന്നത്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. प्रियो एक बात हमें एक बात समझना है, भला कार्य करना है करके जहां पर भी वचन आते समय में उसको गलत रीति से नहीं लेना है। मतलब मेरा उद्धार होने के लिए, यानी कि मेरा आत्मा का उद्धार होने के लिए मुझे भला कार्य करना पड़ेगा करके ऐसा बात नहीं है, वैसा उस अर्थ में नहीं लिखा है बात को। നമ്മൾ രക്ഷിക്കപ്പെട്ടത് പ്രവർത്തികളല്ല, क्योंकि हमारा नया जन्म कैसा हुआ है, बिना कोई कार्य का हुआ है, അത് കൃപയാലാണ്. वो अनुग्रह से हुआ है, അത് നമുക്കറിയാം. वो हम जानते हैं। എന്നാൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണം. Amen। लेकिन जो अनुग्रह से जो उद्धार पाए हैं, भला कार्य के लिए हमेशा उत्साह रहना है। ഞാനൊരു കാര്യം, ഈ ലേഖനത്തിൽ തന്നെ സൽപ്രവർത്തികളെ കുറിച്ച് 2-3 അധ്യായങ്ങളിൽ 5 പ്രാവശ്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. हाँ, इसी पुस्तक में अध्याय 2 और अध्याय 3 में, तीतुस का पुस्तक का दूसरा अध्याय में और तीसरा अध्याय में अगर हम ध्यान से पढ़ेंगे तो 5 बार भला कार्य करके उसका विशेषता को बताया है। അപ്പോൾ ഒരു വിശ്വാസി സത്പ്രവർത്തികൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുടെ ഗൗരവം പൗലോസ്ലീഹ ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുക. हाँ, यानी कि एक विश्वासी भला कार्य करने के विषय में उसको ध्यान रखते हुए उसको खास उठाकर कहता है। ഞാൻ 5 വാക്യങ്ങൾ പെട്ടെന്ന് വായിപ്പിക്കാം. वो 5 वाक्यों को मैं बताता हूँ। അതിന് 2:7. पहला 2 का 7 में हम पढ़ते हैं। വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. उसका 7 पढ़ेंगे। सब बातों में अपने आप को भले कामों का नमूना बना। हाँ, बस सब बातों में भले कामों का एक नमूना बना। അവിടെ നിങ്ങൾ സൽപ്രവർത്തികൾ എന്നുള്ള കാര്യം കണ്ടല്ലോ. वहां पर भी भला काम करके शब्द आया ना। ഇനി അതിന്റെ 14-ാം വാക്യം. उसी का अभी 2 का 14 में हम पढ़ते हैं। അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. 2 का 14 पढ़ेंगे। जिसने अपने आप को हमारे लिए दे दिया कि हमें हर प्रकार के अधर्म से छुड़ा ले और शुद्ध करके अपने लिए एक ऐसी जाति बना ले जो भले भले कामों में सरगम हो। देखो, हम लोग भले भले काम में सरगम होने के लिए प्रभु ने अपने आप को अपना जीवन दिया। ഇനി 3-ാമത്തെ അധ്യായം 1-ാം വാക്യം. अभी उसके बाद तीसरा बात है 3 का 1 में हम पढ़ते हैं। വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സൽപ്രവർത്തികൾക്കും ഒരുങ്ങിയിരിപ്പാൻ. അപ്പൊ സൽപ്രവർത്തികൾക്ക് നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. 3 का 1 पढ़ेंगे। लोगों को सुधि दिला कि हकीम हो और अधिकारियों के अधीन रहे और उनकी आज्ञा माने और हर एक अच्छे काम के लिए तैयार रहे। ഇനി 4-ാമത് നമ്മളിപ്പോൾ വായിച്ച ആ 3-ന്റെ 8-ാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചതായിരുന്നല്ലോ. അത് ഞാനിപ്പോൾ വീണ്ടും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ 5-ാമത്തെ കാര്യം അതിന്റെ 14-ാം വാക്യം വായിക്കുന്നു. तो उसका चौथा बात 3 का 8 में अभी हमने पढ़ा था, इसलिए वो पढ़ने का जरूरत नहीं है। डायरेक्ट 5वां बात में जाता हूँ। 3 का 15 में हम पढ़ते हैं। 3-ന്റെ 14. सॉरी, 3 का 14 सॉरी। पढ़ो। हमारे लोग भी आवश्यकता को पूरा करने के लिए अच्छे कामों में लगे रहना सीखे। हाँ, अच्छे कामों में रहने के लिए सीखे। അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തായിരിക്കണം, നമുക്കുള്ള ഒരു ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെന്ന. हाँ, मतलब भले कार्य करने के लिए वो बने रहे, वो सीखे करके वाक्य अभी हमने 3 का 14 में पढ़ा। അപ്പോൾ ആ ഒരു തീത്തോസ് എന്ന് പറഞ്ഞ ചെറിയൊരു ലേഖനത്തിന് 2-3 അധ്യായങ്ങളിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പിന്നെ അവിടെ 5 വട്ടം ഈ സൽപ്രവർത്തികളെ കുറിച്ച് പൗലോസ് ഊന്നി പറഞ്ഞിരിക്കുന്നു. तो ये तीतुस का ये छोटा पुस्तक में अध्याय 2 और अध्याय 3 में अगर हम पढ़ेंगे तो उधर ही वो दोनों अध्याय में 5 बार भले कार्य में उत्साह रहे करके कहता है। നമുക്കറിയാം, നമ്മൾ തബീതയെ കുറിച്ച് പഠിക്കുമ്പോൾ हम तबीता के बारे में जब हम पढ़ते हैं, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലെ 36-ാം വാക്യത്തിൽ प्रेरितों का कार्य उसका 9 का 36 में हम पढ़ते हैं। Acts chapter 9 verse 36। യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. അവിടെ സൽപ്രവൃത്തികൾക്ക് ഞാൻ കുറച്ചുകൂടെ ഊന്നൽ കൊടുത്തേ ഉള്ളൂ. സൽപ്രവൃത്തികളും
ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു എന്ന് നമുക്ക് അവളെ കുറിച്ച് സാക്ഷ്യം കാണാൻ കഴിയും. प्रेरितों 9 का 36 पढ़ेंगे 36। याफा में तबीता अर्थात दोरोकास नामक एक विश्वसनीय रहती थी। वो बहुत से भले भले काम और दान किया करती थी। हाँ, तो बहुत से भले भले काम, वो भले काम में मैं ज्यादा जोर देना चाहता हूँ। वो बहुत से भले भले काम करती थी, दान भी करती थी, लेकिन भले भले काम करती थी। അപ്പോൾ തബീതയെ കുറിച്ച് നല്ല സാക്ഷ്യം ഇവിടെ കാണാൻ കഴിയും. तो तबीता के विषय में एक अच्छा गवाही को हम देख सकते हैं। അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. तो वो हमेशा भले भले काम और दान देती थी। അപ്പോൾ അവളുടെ സൽപ്രവൃത്തികൾ പ്രത്യേകം എടുത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. उसका भला काम के विषय में खास उठाकर लिखा है वहाँ पर। പ്രിയമുള്ളവരെ, ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇവിടെ നിന്നും പരലോകത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ? ये प्रियो, या कोई भी अगर व्यक्ति इधर से अगर मर कर अगर स्वर्ग में जाएगा तो कुछ भी चीज उठाकर लेके जा सकता है क्या? ലോകം മുഴുവനും പിടിച്ചടക്കിയ മഹാനായ അലക്സാണ്ടർ മരിച്ചപ്പോൾ വെറും കൈയായി പോയി. हम देखते हैं कि पूरा दुनिया को कब्जा किया हुआ अलेक्जेंडर जब वो मर गया खाली हाथ हो गया। എന്നാൽ ഒരു വിശ്വാസിക്ക് ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ? लेकिन एक विश्वासी को यहाँ से कुछ बातों को लेके जा सकता है क्या? നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുന്നത്? आप लोग क्या जवाब देंगे? അലക്സാണ്ടറിനൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലേ പിന്നെ നമുക്ക് എങ്ങനെയാ കൊണ്ടുപോകാൻ കഴിയുന്നതെന്നൊരു ചോദ്യമാണോ നിങ്ങൾക്കുള്ളത്? क्या आप लोग का सवाल यही है कि अरे अलेक्जेंडर जब मरा वो कुछ लेकर नहीं गया तो विश्वासी फिर क्या लेकर जा सकता है करके ऐसा सवाल है क्या आपका? കാരണം നമ്മൾ പലപ്പോഴും അലക്സാണ്ടറിന്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. क्योंकि बहुत बार हमने अलेक्जेंडर का गवाही हमने सुना है। തന്റെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് തുറന്നിടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, അലക്സാണ്ടർ ഈ ലോകത്തെ മുഴുവനും കീഴടക്കിയെങ്കിലും അലക്സാണ്ടർ വെറും കൈയായി വന്നു, ഒന്നും കൊണ്ടുപോയില്ല, വെറും കൈയായി മടങ്ങിപ്പോയി എന്ന് ജനത്തോട് സാക്ഷ്യം പറയണമെന്ന് തന്നെ താൻ പറയിപ്പിച്ചു. हाँ, यानी कि जब अलेक्जेंडर मरते आते समय में उसने अपने खास नौकरों को बुलाकर कहा कि उसका लाश को उसका शव के पट्टी में से उसका लाश को उसका हाथों को शव पट्टी से बाहर निकालना। तो लोग पूछेंगे क्यों इसका हाथों को बाहर रखा है? तब आप लोग बताना कि अलेक्जेंडर ने, ये अलेक्जेंडर, महान अलेक्जेंडर जो पूरा दुनिया को कब्जा किया, वो खाली हाथ आया था और खाली हाथ वापस जा रहा है। അപ്പോൾ അലക്സാണ്ടർ പറയാനുള്ളത്, എനിക്ക് ലോകത്തിന് ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. यानी कि अलेक्जेंडर का गवाही क्या था? मैं इस संसार से कुछ भी बातों को लेकर मैं जा नहीं पाया मरने के बाद। എന്നാൽ വിശുദ്ധന്മാരോട് ഞാൻ ചോദിക്കട്ടെ, लेकिन पवित्र जनों को मैं पूछना चाहता हूँ, നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? आप लोग कुछ लेकर जाएंगे क्या? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? आप लोग को इस विषय में क्या कहना है? ഞാൻ പോകുമ്പോൾ ഞാൻ കുറച്ച് കാര്യം കൊണ്ടുപോകുമെന്ന് പറയാൻ നിങ്ങൾക്കുണ്ടോ? आप मैं मरने के बाद मुझे भी कुछ बातें लेकर जाने के लिए होगा, ऐसा आप बोल सकते हैं क्या? പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ സമ്പത്തോ ബാങ്ക് ബാലൻസിന്റെ കാര്യമല്ല. मैं ये संसार का धन की बातें या बैंक बैलेंस या आपका वो पदवी वो सब बातें का बात नहीं कर रहा मैं। നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ ഉണ്ടാവുമോ? क्या आपके पास उसके अलावा कुछ है क्या लेकर जाने के लिए? ഉണ്ടെന്ന് തീർത്ത് പറയാൻ കഴിയുമോ? क्या हाँ लेके जा सकता हूँ करके ऐसा आप बोल सकते हैं क्या? ദൈവമക്കൾക്ക് അത് കഴിയണം. विश्वासियों को होना चाहिए। ഞാൻ ചിലതെല്ലാം നിത്യത്തിലേക്ക് കൊണ്ടുപോകും. मैं कुछ तो लेकर जाऊंगा अनंतता में। എന്താ കൊണ്ടുപോകുന്നത്? और वो क्या बात है? അത് നമുക്ക് വചനമല്ലേ പറഞ്ഞു തരുന്നേ? उसके भी वचन आधार है ना। वचन क्या कहता है? നമുക്ക് വെളിപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യം വായിക്കുമ്പോൾ, प्रकटीकरण का पुस्तक उसका 14 का 13 में हम पढ़ते हैं, रेवलेशन चैप्टर 14 वर्स 13। फिर मैंने ഞാൻ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. पढ़ेंगे प्रकटीकरण 14 का 13। फिर मैंने स्वर्ग से ये शब्द सुना, लिख, जो मृतक प्रभु में मरते हैं वे अब से धन्य हैं। आत्मा कहता है हाँ, क्योंकि वो अपने सारे परिश्रम से विश्राम पाएंगे और उनके कार्य उनके साथ हो लेते हैं। അപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടോ? यहाँ पर एक बात देखा क्या? അപ്പോൾ നമുക്ക് എന്താണ് കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നത്? वो लोग क्या बातें थे जो हम लोग लेकर जा सकते हैं? നമ്മൾ കുറച്ച് പഠിച്ചില്ലേ? നമ്മൾ സൽപ്രവർത്തികളെ കുറിച്ച് പഠിച്ചില്ലേ? हम लोग थोड़ी देर पहले भला कार्य के बारे में हमने सुना, पढ़े थे ना। നമുക്ക് ഭൗതികമായിരിക്കുന്ന ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. हम लोग शारीरिक रीति का संसार का कोई भी बातें हम लेकर जा नहीं सकते। എന്നാൽ ഈ ലോകത്തിൽ വെച്ച് നമ്മൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്കായി ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയും. लेकिन इस दुनिया में हम जीते समय में प्रभु के लिए और लोगों को भलाई के लिए जो भी भला कार्य हमने किया है वो सब बातों को हम लेकर जा सकते हैं। നമ്മൾ കർത്താവിൽ ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മളെ പിൻപറ്റും. यानी कि हम लोग मसीह में जो भी भला कार्य किया है वो सब हमारे पीछे आएंगे। അപ്പോൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചോ എന്നുള്ളതാണ് വലിയ വിഷയം. इसलिए हम इस दुनिया में जीते समय में हमने प्रभु के लिए कुछ किया है कि नहीं, वो है विषय। നമുക്ക് രക്ഷ സൗജന്യമാണ്. हमारे देखो उद्धार तो दान में हमको
मिला है എല്ലാവർക്കും അത് തുല്യമാണ്. और वो सभी लोगों को मनुष्य को तुल्य रीति में उद्धार दिया है। എന്നാൽ പ്രതിഫലം അങ്ങനെയല്ല കേട്ടോ. लेकिन प्रतिफल का विषय आते समय में वैसा नहीं है। നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അതിന് പ്രതിഫലമുള്ളൂ. यानी कि हमने प्रभु के लिए यदि अगर कुछ किए हैं तो ही इसको प्रतिफल मिलेगा। അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. वो बात हमें समझना है। നമുക്ക് എന്ത് പ്രതിഫലമായിരിക്കും നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്? हम क्या प्रतिफल हम प्राप्त करेंगे? നമുക്കറിയാം, നമ്മൾ വെളിപ്പാട് പുസ്തകം 22:12 വായിക്കുന്നുണ്ട്. हम लोग प्रकटीकरण का पुस्तक 22:12 में हम पढ़ते हैं, रेवलेशन चैप्टर 22:12 में, ഇതാ ഞാൻ വേഗം വരുന്നു, देखो मैं जल्दी आ रहा हूँ, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. पढ़ेंगे 22:12। देख मैं शीघ्र आने वाला हूँ और हर एक के काम के अनुसार बदला देने के लिए प्रतिफल मेरे पास है। काम के अनुसार यानी कि क्रिया के अनुसार प्रतिफल देने के लिए प्रतिफल मेरे हाथ में है। അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഇത് വെളിപ്പാട് പുസ്തകത്തിലെ അവസാന അധ്യായത്തിലെ ഏതാണ്ട് അവസാന വാക്കുകളാണ്. हम जानते हैं कि ये प्रकटीकरण का जो पुस्तक है ये आखिरी पुस्तक है, उसका आखिरी अध्याय में अंतिम बातें हैं, कुछ बातें हैं जो प्रभु कहता है। നമ്മൾ സൽപ്രവർത്തികളിൽ നമ്മൾ ഇതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വർദ്ധിച്ചു വരണമെന്ന്. इसीलिए तो मैं कहता हूँ कि भले कार्य में हमें हमेशा हमें बढ़ना है। നമുക്കറിയാം, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി. प्रभु ने जब अपने चेलों को बोलते समय में एक बात उठाकर कहा, കർത്താവ് തന്റെ ശിഷ്യന്മാരെ ലോകത്തിന്റെ ഉപ്പായിട്ടും ലോകത്തിന്റെ വെളിച്ചമായിട്ടും എല്ലാം പറഞ്ഞല്ലോ. हम जानते हैं ना, प्रभु ने लोग विश्वास चेलों को हमने कहा कि हम लोग जगत के नमक है करके कहा था। നമുക്ക് നമ്മൾ ലോകത്തിന്റെ ഉപ്പാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്, हम लोग जगत का नमक है, हम लोग जगत का ज्योति है। അപ്പോൾ കർത്താവ് പറയുകയാണ്, तो इसलिए प्रभु कहता है, അതിന്റെ 16:5 മത്തായി 5:16 വായിക്കുകയാണ്, मत्ती 5:16 में, मैथ्यू 5:16, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. पढ़ेंगे मत्ती 5:16। उसी प्रकार तुम्हारा उजाला भी मनुष्य के सामने चमके कि वे तुम्हारे भले कामों को देखकर तुम्हारे पिता की जो स्वर्ग में है बड़ाई करे। അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നല്ല പ്രവൃത്തികളാണ്. इसलिए हमें जो भी करना है हमेशा भला कार्य करना है। നല്ല പ്രവൃത്തികളിലൂടെ പിതാവിന് മഹത്വം ഉണ്ടാകാൻ ഇടയായി തീരും. भला कार्य करने से स्वर्गीय पिता को महिमा होगा। നമ്മൾ സൽപ്രവർത്തികൾ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നമ്മൾ എപ്പോഴും ഉത്സുകരായിരിക്കണം. इसलिए हमेशा भला कार्य करने के लिए हमेशा हमें उत्साह रहना चाहिए। നമ്മള് 1 തിമോത്തി അതിന്റെ 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, पहला तिमोथी उसका 1:18 में हम पढ़ते हैं, 1 തിമോത്തി सॉरी पहला तिमोथी 6:18, फर्स्ट तिमोथी चैप्टर 6:18। അപ്പോൾ നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. അപ്പോൾ നന്മ ചെയ്യുക, സൽപ്രവർത്തികളിൽ സമ്പന്നരാകുക. उसका पहला तिमोथी 6:18 पढ़ेंगे। वे भलाई करे और भले कामों में धनी बने। तो भलाई करे और भले काम करने में धनी रहे। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ് നമ്മൾ സൽപ്രവർത്തികളിൽ സമ്പന്നന്മാരായി തീരുക. हम इस दुनिया में जीते समय में एक बहुत बड़ा जिम्मेदारी हमें दिया गया है कि भले कार्य में हमें धनी रहना है। അതെ ദൈവമക്കളെ, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻതൂക്കം കൊടുത്ത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉത്സാഹിക്കണം. इसलिए हमें प्रभु की बातों को मूल्यता देते हुए वो बातों को ज्यादा उत्साह से करने के लिए, भले कार्य करने के लिए उत्साह में रहना है। നമ്മള് ഇപ്പോൾ വായിച്ചല്ലോ തീത്തോസ് 2:7 നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാതെ പറഞ്ഞു. നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ മാതൃകയായി കാണിക്കണം. हमने तीतोस का 2:7 में हमने पढ़ा था, भले कर्म करने के लिए, भले कार्य करने के लिए एक अच्छा नमूना बना रहे। मतलब हमेशा हम लोग एक भला कार्य का उत्सुकता में एक अच्छा दूसरों के लिए नमूना रहना चाहिए। ദൈവമക്കളെ, നമ്മളെ കുറിച്ചുള്ള ദൈവഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ് ദൈവവചനത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. प्रिय, हमारे विषय में प्रभु ने हमारे विषय में क्या इच्छा रखा, आग्रह क्या है, वो वचन में हम पढ़ते हैं। എത്ര നല്ല കാര്യങ്ങളാണ്! कितना भले भले बातें है ना प्रियो। ഇതൊക്കെ നമ്മൾ ആഴമായിട്ടൊന്ന് ഗ്രഹിക്കണ്ടേ. ये सब बातों को गहराई से हमें समझना है ना। ദൈവഹിതത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. परमेश्वर के इच्छा के खिलाफ कुछ भी बातें ऐसा होता है कि नहीं करके हमारे जीवन में अपने आप को परखना है। നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളെ ലോകം പഠിക്കുന്നുണ്ട്. क्योंकि हमारा बातों का कार्यों को लोग देखकर लोग सीखते हैं। നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസപ്പെട്ടാൻ വേണ്ടിയല്ല, നമ്മുടെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളത്
ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. Amen. क्योंकि हम लोग कोई भी भला कार्य करते समय में लोगों को दिखाने के लिए हम लोग नहीं कर रहे या लोगों से प्रशंसा पाने के लिए नहीं कर रहे, बल्कि हम जो भी भला कार्य करते हैं उसमें स्वर्गीय पिता का महिमा हो इसके लिए हम कर रहे हैं. അത് വാസ്തവത്തിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവത്തിന്റെ കർത്താവ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളായി നല്ല പ്രവർത്തികൾ. भले कार्य मतलब का उसका उद्देश्य कि हमें सच्ची उसका असलियत कैसे है समझना है. पवित्र आत्मा हमारे द्वारा ये कार्य करवा रहा ही है सच्चा भला कार्य. നമ്മൾ സുവിശേഷം പറയണം, हम लोग सुसमाचार बोलना है, ഇതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സൽപ്രവർത്തികൾ ഉണ്ടായിരിക്കണം. लेकिन उसी के साथ साथ हमारे जीवन में भला कार्य भी होना चाहिए. നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിലില്ല. हाँ, लेकिन बहुत बार देखो हम लोग प्रचार तो करते हैं लेकिन हमारे जीवन में नहीं है. അങ്ങനെ ഉള്ളതും വലിയൊരു വഞ്ചനയാണ്. ऐसा भी रहना एक धोखे की बात है. നമ്മുടെ ജീവിതത്തിൽ ആ പ്രവർത്തികൾ കാണണം. यानी हमारे जीवन में वो जो कार्य है वो हमें दिखना चाहिए. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും നിങ്ങളോട് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. मैंने ഒരു അനുഭവം അല്ല, ആയിരക്കണക്കിന് അനുഭവം ഉണ്ട്. मैंने आप लोगों के जीवन में मेरा बहुत से हजार ചെയ്യുമ്പോൾ നടന്ന ഒരു സംഭവം. एक बार ट्रेन में यात्रा करने समय में घटना हुआ. ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. मैं सुसमाचार बोलते जा रहा था. അതിന്റെ മധ്യത്തിലാണ് ഒരു പയ്യൻ, ഒരു 10, 21, 22 വയസ്സുള്ള ഒരു പയ്യനെ ആൾക്കാര് ഇങ്ങനെ പഴത്തൊലി കൊണ്ടും കടലാസ് ചുരുട്ടി എറിയുകയാണ്. हाँ, मतलब वहां पर उस ट्रेन में यात्रा करते समय में से एक लड़का था, शायद 17 या 19 साल का लड़का रहेगा. उस पर लोग केले के छिलके और कचरा उसके ऊपर फेंक के मार रहे थे उसको. കാരണം അവനൊരു മുഷിഞ്ഞ ഒരു ചാക്കാണ് കൊടുത്തിരിക്കുന്നത്. क्योंकि उसने एकदम गंदा, एकदम सड़ा हुआ बदबूदार गोनी पहनकर वो बैठा था. വേറെ ഒന്നും അവന്റെ ശരീരത്തില്ല. उसके पास पहनने के लिए कोई भी कपड़ा नहीं था. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ എറിയുന്നത്. इसलिए लोग उसको घृणित नजर से देखकर उसके ऊपर कचरा फेंक रहे थे. എന്നാല് ഇത് കണ്ടപ്പോൾ, ഞാൻ പല ആവർത്തി കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. तो ये अवस्था को देखते समय में प्रभु का आत्मा ने मुझसे कहा. ഞാൻ അവിടെ സംസാരമൊക്കെ പതുക്കെ അങ്ങ് സ്ലോ ചെയ്തു. मेरा बातों को मैंने हल्लू करने लगा. എന്നിട്ട് ഞാൻ പതുക്കെ എന്റെ വായിൽ നിന്നും എന്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ അല്പം ചെറിയൊരു യാത്രയായിരുന്നുകൊണ്ട് പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ലുങ്കിയും നല്ലൊരു എന്നാ പറയണേ പിന്നെ ഒരു ബനിയൻ ടീഷർട്ട് പിന്നെ അത് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് പിന്നെ പതുക്കെ ആരും കാണാതെ അത് വായിനകത്ത് എടുത്ത് ബാത്റൂമിൽ പോയിട്ട് ആ ബാത്റൂമിൽ വെച്ച് അവനെ പിടിച്ചിട്ട് അവനെ ഞാൻ അത് ഇടിയിച്ചു. हाँ, तो फिर देखो अभी मैं एक यात्रा करते समय में मैं हमेशा छोटा सामान को लेकर ही मैं यात्रा करता हूँ क्योंकि आसान नहीं होता है. तो उस समय में यात्रा करते समय में मुझे मेरा पसंद वाला एक टी शर्ट और एक लुंगी जो धोती है उसको मैं कैरी कपड़े मेरा बैग में मैंने रखा था. तो वो बच्चे का अवस्था को देखकर मैंने क्या किया, चुपके से कोई भी ना देखते हुए मैंने एकदम हल्लू से मैंने मेरे बैग में से वो टी शर्ट और वो धोती मैंने निकाला और मैं वॉशरूम गया और वॉशरूम में वो लड़के को मैं खींच के उसको अंदर लेकर जाकर जबरदस्ती उसको वस्त्र पहनाया. ഞാനൊരു കാര്യം പറയട്ടെ. एक बात मैं बताना चाहता हूँ. ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ഇത് ഒരു എയർഫോഴ്സുകാരൻ ഒരു സഹോദരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ये बात कहने का मैं उद्देश्य मैं बताने के लिए मैं बता रहा हूँ. ये सब बातें एयरफोर्स में काम करने वाला एक व्यक्ति ये सब बातें देख रहा था. ആ സഹോദരൻ ഒരു ഹിന്ദു ആയിരുന്നു. वो एक हिंदू भाई है താൻ ആ യാത്രയിൽ രക്ഷിക്കപ്പെട്ടു. और उस यात्रा में वो उद्धार पाया. കർത്താവ് സത്യമാണെന്നും അത് ജീവിക്കുന്നവർ ഇന്നും ഉണ്ടെന്നും എനിക്കത് മനസ്സിലായി. क्योंकि प्रभु सच्चा है, सच्ची में सामर्थ्यवान है और प्रभु का विश्वासी लोग जो सच्चा विश्वासी है वो लोग भी सच्ची में अभी भी जीवित है करके इस गवाही से उनको मालूम पड़ा. ഇന്ന് ആ സഹോദരൻ കർത്താവിന്റെ വേലയില്ല. हे प्रियो, आज वो भाई प्रभु के सेवा में है. ചില വർഷങ്ങൾക്ക് ശേഷം എനിക്കിവിടെ ഓജാറില് ആ സഹോദരൻ എയർപോർട്സിലൂടെ വന്ന് ഞാൻ ആ സഹോദരനെ തിരിച്ചറിഞ്ഞില്ല, ആ സഹോദരൻ എന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കാനിടയെ ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. हाँ, तो जब मुझे औजार में जब मेरा पोस्टिंग वहां पर हुआ तो मैंने वो भाई को पहचाना नहीं, मैंने उसको जाना नहीं, मैं उसको देखा भी नहीं था, मुझे नहीं मालूम था. लेकिन वो भाई खुद मेरे पास आकर बोला सर आप वही हो बोलकर पहचान करके हमारा अच्छा रिश्ता हो गया. तो इस तरह अभी उसका विषय में और ज्यादा बात बताना नहीं चाहता, लेकिन ये सब बातें एक व्यक्ति का उद्धार का कारण बना. तो ये बात कहने का उद्देश्य ये है നമ്മൾ പ്രവർത്തികൾക്ക് മാതൃകയായിരിക്കണം. हम लोग हमेशा भला कार्य के लिए एक नमूना रहना है. നമുക്ക് അനേക ജീവിതങ്ങളെ ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഈ നിലയിൽ കഴിയും. क्योंकि हमें बहुत लोगों को प्रभु में मसीह में लोगों को पा सके, लोगों को बचा सके, इस रीति में अवस्था में हम हो सकते हैं. നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായിരിക്കണം. क्योंकि हमारा जीवन स्वयं ही एक सुसमाचार है. അപ്പോൾ നമ്മളെ ഈ ജനം പഠിക്കുന്നുണ്ട്. तो इसलिए लोग हमें देखकर सीखते हैं. നമ്മുടെ ജീവിതം കണ്ടിട്ട് ആരെങ്കിലും ഇന്ന് ക്രിസ്തുവിലേക്ക് വന്നിട്ടുണ്ടോ? हमारा जीवन को देखकर क्या आज कोई भी मसीह में आया है क्या? എനിക്ക് 100 കണക്കിന് ആൾക്കാരെ കുറിച്ച് സാക്ഷ്യം പറയാനുണ്ട്. मैं 100 लोगों के विषय में इस तरह गवाही दे सकता हूँ. നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് കർത്താവിലേക്ക് വന്ന പലരെ കുറിച്ച് എനിക്ക് പറയാം. मेरे जीवन को देखकर वो लोग मसीह में आने का अवस्था में ऐसा बहुत सा गवाही है. ഞാനിവിടെ അവസാനം ഇവിടെ ദേവലാലിയെ സപ്രഡിപ്പോലായിരിക്കുമ്പോൾ എന്റെ കൂടെ ജോലി ചെയ്ത ഒരു അഡ്വക്കേറ്റ് സഹോദരി ഹിന്ദു ഭായിലുണ്ട്. അവര് പറഞ്ഞു
അച്ചായൻ സേവിക്കുന്ന ദൈവത്തെ എനിക്ക് വേണം. हाँ, तो वहां पर जब मैं देवलाली में वहां पर सप्लाई डिपो में जब मैं काम करते समय में वहां पर एक एडवोकेट थी, वो एक बहन थी, उन्होंने कहा कि आप जिस परमेश्वर को सेवा कर रहे हैं वो परमेश्वर मुझे चाहिए बोलकर गवाही दिया. എന്റെ കൂട്ടത്തില് എന്റെ ഓഫീസിൽ ജോലി ചെയ്ത സഹോദരി हाँ, बोले ये ऐसा बहन है जो मेरे साथ रहकर मेरे ऑफिस में रुककर काम करती അവർ थी. കർത്താവിന് ഹൃദയം കൊടുത്തു. उन्होंने अपना मन प्रभु को दिया. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായിരിക്കണം. प्रिय, हमारा जीवन स्वयं ही एक सुसमाचार होना चाहिए. അപ്പൊ നമ്മൾ വെറുതെ ഇത് പ്രസംഗിച്ചാൽ മാത്രം പോരാ. यानी कि हम लोग ऐसी व्रत में प्रचार करें ऐसा नहीं. ഇങ്ങനെ എനിക്ക് ഒരുപാട് പേരെ കുറിച്ച് പറയാം. इस तरह बहुत से लोगों के बारे में बोलने के लिए गवाही है मेरे पास, കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. लेकिन प्रभु का महिमा हो. പ്രിയമുള്ളവരെ, നമ്മൾ സൽപ്രവർത്തികൾ ഒരു മാതൃകയായിരിക്കും. हम लोग भले कार्य के लिए अच्छा हमेशा एक नमूना होना चाहिए, നമ്മുടെ പ്രവർത്തികളെ ഈ ലോകം പഠിക്കുന്നുണ്ട്. क्योंकि लोग हमारा भले कार्य को देखकर सीखता है. അപ്പോൾ ഇവിടെ നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യം വായിക്കുമ്പോൾ इब्रानियों 10 का 24-25 हम पढ़ते हैं. Hebrews chapter 10 24-25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇവിടെയും ദൈവത്തിന്റെ വചനം പറയുന്നത് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിക്കണം. हाँ, उसका 24 पढ़ेंगे. और प्रेम और भले कामों में उसकाने के लिए हम एक दूसरे की चिंता किया करें. हाँ, हमेशा एक दूसरे की चिंता करें. वो किस बात पर? प्रेम और भले कार्य करने का उत्साह में बढ़ने के लिए. അപ്പോൾ നമുക്ക് നമ്മൾ യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ, अगर हम लोग वास्तव में प्रभु में नया जन्म पाए हुए विश्वासी है तो നമ്മളിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണം. हमारे अंदर विश्वास का क्रिया बार प्रकट होना चाहिए. അതാ പ്രിയമുള്ളവരെ ഈ സൽപ്രവൃത്തി. वही तो है भला कार्य. വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി സൽപ്രവൃത്തി. विश्वास का जो भी कार्य है वही तो भला कार्य है. അതാണ് യാക്കോബ് 2:17-18 വാക്യം വായിക്കുമ്പോൾ याकूब का पुस्तक 2 का 17 और 18 में, जेम्स चैप्टर 2 वर्स 17-18. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. पढ़ेंगे 2 का 17-18. वैसे ही विश्वास भी यदि कर्म सहित न हो तो अपने स्वभाव में मरा हुआ है. वरन कोई ये कह सकता है मुझे विश्वास है और कर्म करता हूँ, तो अपने विश्वास मुझ में कर्म बिना तो दिखा और मैं अपना विश्वास अपने कर्मों के द्वारा तुझे दिखाऊंगा. അതേ കാര്യം പത്രോസും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. यही बात पत्रोस भी कहता है करके उसको ध्यान से देखना. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശിക്കുന്ന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. पत्रोस 1 പത്രോസ് 2:12. उसका 2 का 12 वाक्य पढ़ने लगा. पहला पत्रोस 2 का 12 में. हाँ, अन्य जातियों में तुम्हारा चाल चलन भला हो, ताकि जिन जिन बातों में वे तुम्हें कुकर्मी जानकर बदनाम करते हैं, वे तुम्हारे भले कामों को देखकर उनके कारण कृपा दृष्टि के दिन परमेश्वर की महिमा करे. आमेन. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. इसलिए एक बात हमें ध्यान देना है. നല്ല പ്രവൃത്തികളാരും രക്ഷിക്കപ്പെടുകയില്ല. भले कार्य करने से कोई उद्धार नहीं पाएगा. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പാടുള്ളൂ. लेकिन जो उद्धार हुआ है वो लोग भला कार्य करना चाहिए. അതാണ് ഇവിടുത്തെ വിഷയം. यही है इधर का विषय. കാരണം നമുക്ക് വീണ്ടും ജന്മം തന്ന ദൈവത്തിന്റെ ഉദ്ദേശം പോലും നമ്മള് എഫേസ്യർ 2:10 വായിക്കുന്നുണ്ടല്ലോ. हम लोग नया जन्म दिया हुआ परमेश्वर का उद्देश्य भी क्या है करके एफेसों का पुस्तक 2 का 10 में हम पढ़ते हैं. അങ്ങനെ രക്ഷിക്കപ്പെട്ട നമ്മള് 2:10 വായിക്കുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. पढ़ेंगे एफेसियंस 2:10. क्योंकि हम उनके बनाए हुए हैं और मसीह यीशु में उन भले कामों के लिए सृजे गए जिन्हें परमेश्वर ने पहले से हमारे करने के लिए तैयार किया. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ വീണ്ടും ജനിച്ചത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അവിടെ പറയുന്നത്. तो यहाँ पर प्रभु ने हमको नया जन्म क्यों दिया, हमें उद्धार क्यों दिया, क्यों प्रभु ने हमको अनंत काल का जीवन दिया, वो उद्धार का कारण क्या है वहां पर लिखा है. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കർത്താവ് നമ്മളെ ഇങ്ങനെ വീണ്ടും ജനിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മളെ പുതുതായിട്ടുള്ള സൃഷ്ടിയാക്കിയത്? क्यों प्रभु ने हमको नया जन्म दिया, क्यों हमको प्रभु ने नया सृष्टि बनाया. അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. हम लोग मसीह में पहले से हम लोग सिरजे गए हैं, ताकि उन्होंने जो भला कार्य पहले से जो उन्होंने नियुक्त किया है उस कार्य करने के लिए. അപ്പോൾ നമ്മളെ സൽപ്രവർത്തികൾക്കായിട്ടാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത്. हमें भला कार्य करने के लिए प्रभु ने हमको सिरजा है. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം സൽപ്രവർത്തികളിൽ ഉത്സുകരായിരിക്കണം. इसके लिए हम लोग भले कार्य के लिए कितना हमें उत्सुकता में जीना है. നമുക്കിപ്പോ അവസരമുണ്ടോ? आज हमको मौका है क्या? ഇതുപോലൊരു അവസരം ഈ ലോകത്ത് കിട്ടുമോ? अभी ऐसा मौका अभी आगे मिलेगा
करेगा क्या? നമ്മുടെ ഗലാത്യർ 6:10 വായിക്കുന്നു, गलतियों 6:10 में हम पढ़ते हैं, गलातियन 6:10। ആകയാൽ അവസരം കിട്ടും പോലെ, നോക്കണേ, അവസരം ഇഷ്ടം പോലെ തന്നിരിക്കുക ദൈവം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവരും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. मैं पढ़ेंगे गलातियों की पुस्तक 6:10। इसलिए जहाँ तक अवसर मिले हाँ। हम सबके साथ भलाई करें, हाँ। विशेष करके विश्वासी भाइयों के साथ। हाँ, പ്രിയമുള്ളവരെ, നമുക്കിന്ന് നല്ലൊരു അവസരം ദൈവം ഒരുക്കി തന്നിരിക്കുക. प्रियो प्रभु ने हमको एक अच्छा मौका अभी दिया है। നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോൾ നമുക്ക് കരുതാൻ നല്ലൊരു സമയമാണ്. हमारे विश्वासियों का अवस्था क्या है, ये बात को जानकर देखभाल करने का एक अच्छा मौका प्रभु ने हमको दिया है। എത്ര വിലപ്പെട്ട കാര്യമാണ്. कितना मूल्यवान बात है ना। നമുക്കറിയാം, നമുക്ക് ഒരിക്കല് കർത്താവ് പറഞ്ഞ ഒരു കംപ്ലൈന്റ് ശബ്ദം ഞാൻ നിങ്ങളോട് പറയാം. एक बार प्रभु ने बोला हुआ एक शिकायत के बारे में मैं कहना चाहता हूँ। യെഹെസ്കേൽ 16-ാം അധ്യായം അതിന്റെ 49-ാം വാക്യമാണ്. एजेकियल 16 का 49 में हम पढ़ते हैं। एजेकियल 16:49 16:49। നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. നോക്കണം, എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചില്ല. പക്ഷെ അവള് തന്നെ തിന്നു കുടിച്ചു മതിച്ച് സുഖമായി ജീവിച്ചു, അധനവാനെ പോലെ എന്ന് പറയാം. एजेकियल 16 का 49 पढ़ेंगे। देख तेरी बहन सदम का अधर्म यह था कि वह अपनी पुत्रियों के सहित घमंड करती, पेट भर भर के खाती और सुख चैन से रहती थी और दीन दरिद्र को न संभालती थी। देखो, वो धनवान का अवस्था भी देखो ऐसे ही था ना। वो खुद वो खाती पीती और पेट भरकर वो खाकर जीती थी, लेकिन अपने गरीब शहर के गरीबों के विषय में कोई भी विचार नहीं था। എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചില്ല. जो कमजोर थे और गरीब थे उनको मदद नहीं किया। പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വെളിപ്പെട്ടതാണ്. इसलिए प्रिय, हमको मिलने वाला जो भी मौका है बहुत ही मूल्यवान है। ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് സ്വർഗം इस നോക്കിക്കൊണ്ടിരിക്കുക. तरह अब परिस्थितियों में अवस्थाओं में हम लोग कैसा कार्य करते हैं, स्वर्ग देख रहा है। അങ്ങനെയുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തരും. इस तरह का मौका है, प्रभु हमको तैयार करके देगा। ഇത് തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് തന്നിരിക്കുക. मतलब ये देगा करके बोलते समय में अभी दे चुका ഈ है। ലോക്ക്ഡൌൺ പീരീഡില് നമ്മളൊക്കെ വളരെ നല്ല രീതിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള നല്ല അവസരങ്ങൾ ദൈവം ഒരുക്കി क्योंकि തന്നിരിക്കുക. ये लॉकडाउन में हमें प्रभु की उपस्थिति में अच्छा काम करने के लिए अच्छा मौका प्रभु ने हमको दिया है। ഞാനൊരു നല്ല മഹത്വപൂർണ്ണ, എല്ലാ ശബ്ദങ്ങളും മഹത്വപൂർണ്ണമാണ്. मैं एक मूल्यवान वाक्य पढ़ना चाहता हूँ। सभी वाक्य मूल्यवान है तो भी। എബ്രായർ 13:16 इब्रानियों 13 का 16। നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇതൊരു യാഗമാണ്. നന്മ ചെയ്യുക, കൂട്ടായ്മ കഴിക്കുക, ഇതൊരു യാഗമായിട്ട് ദൈവം കാണുന്നത്. ദൈവം പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. Amen। पढ़ेंगे Hebrews 13:16। भलाई करना और उदारता दिखाना न भूलो, क्योंकि परमेश्वर ऐसे बलिदानों से प्रसन्न होता है। हाँ, तो ये भला कार्य करना बोला तो परमेश्वर को ये एक बलिदान है जो परमेश्वर प्रसन्न होने वाला है। अच्छा बलिदान है, बलिदान के रूप में हमें करना है। Praise the Lord. मैं ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, इसलिए मैं प्रभु के बच्चों को मैं याद दिलाना चाहता हूँ। നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയുള്ള നല്ല മുഖാന്തരങ്ങൾ അവസരങ്ങളൊക്കെ ഒരുക്കി തരും. प्रभु हमारे जीवन में इस तरह के बहुत सारे मौका है हमको तैयार करके देगा। പ്രിയമുള്ളവരെ, നമ്മളത് തക്കത്തിൽ ഉപയോഗിക്കണം. इसीलिए हमें सही रीति से उसको इस्तेमाल करें। ഈ ലോക്ക്ഡൌൺ നമ്മൾ എല്ലാ രീതിയിലും കർത്താവിനെ അധികം മഹത്വപ്പെടുത്താൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരമാണ്. मैं इस लॉकडाउन के अवस्थे में हम लोग स्वर्ग पिता को अच्छी तरह से महिमा कर सके, इसलिए अच्छा मौका दिया है। ഈ സമയത്ത് നമ്മൾ തെറ്റുകളിലേക്കല്ല, നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരണം. मैं इसीलिए अभी ये समय में हम लोग गलतियों में ना गिरे, बल्कि पवित्रता से लेकर और पवित्रता में आगे बढ़ते रहे। നാം ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കണം. हम लोग परमेश्वर के हृदय को खुश करना है। നമ്മള് യാക്കോബിന്റെ 4:17 വായിക്കുന്നുണ്ട്. याकूब 4 का 17 में हम पढ़ते हैं। നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. हमें पढ़ेंगे जेम्स 4:17। इसलिए जो कोई भलाई करना जानता है और नहीं करता उसके लिए पाप है। അപ്പോൾ നമ്മൾ നോക്കണം, നമുക്ക് തരുന്ന അവസരങ്ങൾ നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല, നമ്മൾ നന്മ ചെയ്തില്ല എന്നുള്ളത് തന്നെ ഒരു പാപമാണ്. तो इसलिए देखो, प्रभु ने हमको एक अच्छा मौका दिया है, अच्छा परिस्थिति, अच्छा माहौल हमको दिया है। ऐसा समय में भला कार्य नहीं करना वो पाप है। കണ്ടോ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെയാണ്. तो जो भला कार्य करना जानता है वो नहीं करेगा तो वो उसके लिए पाप है। പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും സൽപ്രവർത്തികൾക്ക് ഒരു മാതൃകയായിരിക്കും. इसके लिए हमेशा भला कार्य
कार्य करने के लिए एक अच्छा नमूना और आदर्श बने। നാം കർത്താവിന്റെ ജനമാണ്. हम लोग प्रभु के लोग हैं, നാം കർത്താവിന്റെ വരവിനെ നോക്കി हम പാർത്തിരിക്കുകയാണ്. लोग प्रभु के आगमन को इंतजार करने वाले लोग हैं। നമ്മൾ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തികളെല്ലാം നമ്മുടെ കൂടെ വരും. और हम ये जो भी भला कार्य करते हैं वो हमारे पीछे आएंगे। ഇതാണ് നമുക്ക് ദേശത്തിന്റെ വസ്ത്രമായി മാറാൻ പോകുന്നത്. यही तो हमारा महिमा का वस्त्र बनने वाला है। Praise the Lord. Amen. ഇതിനൊരു നല്ല കാഴ്ചപ്പാട് ഉണ്ടാകണം ദൈവമക്കളെ. इसके लिए एक अच्छा नजरिया होना चाहिए। ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. इधर ही बोलने के लिए बहुत से बातें हैं। നമ്മള് ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളിൽ നിന്ന് തിന്മയല്ല നന്മ മാത്രം ഉളവാകട്ടെ. Amen. इसके लिए हम लोग प्रभु की ओर से बुलाया हुआ, अलग किया हुआ पवित्र लोग है, तो हम में से बुरा बातें नहीं, सिर्फ भला बात ही निकले। കാരണം വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. क्योंकि एक पेड़ को उसका फल के द्वारा पहचाना जाता है। അപ്പോൾ ഒരിക്കലും നല്ല വൃക്ഷത്തിൽ നിന്നും ചീത്ത ഫലം ഉണ്ടാകില്ല, ചീത്ത വൃക്ഷത്തിൽ നിന്നും നല്ല ഫലം ഉണ്ടാകത്തില്ല. इसके लिए हमें एक बात समझना है, जब भी एक अच्छा पेड़ हमेशा अच्छा फल ही देगा, और जो अच्छा फल है वो हमेशा अच्छा पेड़ से ही आता है, बुराई नहीं करता। നിങ്ങൾക്ക് അവസരം കിട്ടുന്ന പോലെ 7:16 മുതൽ 20 വരെയുള്ള വാക്യം വായിച്ച് ശ്രദ്ധിക്കാം. इसके लिए आप लोगों को जब समय मिलते हैं, समय में मत्ती का सुसमाचार उसका 7 अध्याय का 7 का 16 से 20 अध्याय 7 का 16 से 20 आपको समय मिले तो पढ़ना। मैथ्यू चैप्टर 7 16 to 20। അപ്പോൾ കൃത്യമായും കർത്താവോടെ നിങ്ങൾ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാതെ പറഞ്ഞു. उधर वहां पर प्रभु स्पष्ट रीति से लिखा है कि तुम लोग फल के रीति से पेड़ को पहचानो। പ്രിയമുള്ളവരെ നമ്മൾ ഫലമുള്ളവരായിരിക്കട്ടെ. इसलिए हम लोग आओ फलवंत रहे, നമുക്ക് സൽഫലമുള്ളവരായിരിക്കാം. हम लोग भला फल वाले उत्पन्न होने वाले लोग बने। നമ്മളെ അതിനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. उसके लिए तो प्रभु ने हमको सिरजा है। നമ്മളിൽ നിന്ന് ഒരിക്കലും ഒരു തെറ്റായ ഫലം ഉണ്ടാകാതിരിക്കും. हमारे रीति हमारे जीवन में से कभी भी कोई गलत या बुरा फल उत्पन्न ना हो। കർത്താവിനെ അധികമായി മാറ്റപ്പെടുന്നവരായിട്ടില്ല. प्रभु को और अधिक महिमादायक हो जाए, उस रीति से हम बन जाए। നമ്മുടെ ഈ പ്രവൃത്തിയിലൂടെ നമ്മുടെ പിതാവിന്റെ നാമം മഹത്വപ്പെടും. और हम जो भी भला कार्य करते हैं उसमें पिता का नाम का महिमा होगा। അപ്പോൾ സൽപ്രവൃത്തികൾ നമുക്ക് ഭാവിയിലേക്ക് നിത്യത്തിലേക്ക് വളരെ പ്രയോജനമുള്ളതാണ്. और भला कार्य जो है भविष्य के लिए हमें बहुत लाभदायक भी होगा। അപ്പോൾ അങ്ങനെ അല്ലാത്ത കാര്യങ്ങളെ നമുക്ക് നമ്മളിൽ നിന്നും നമുക്ക് നിർവാചനം ചെയ്യാം. इसीलिए ऐसा जो बात है जिसमें लाभ नहीं हो सकता, वो सब बातों को निकाल दो। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे। കർത്താവ് വേഗം വരും. हमारा प्रभु जल्दी आने वाला है। നമുക്ക് ലഭിച്ച സമയം നമുക്ക് സൽപ്രവൃത്തികളിൽ ജാഗരൂകരായിരിക്കാം. और हमें मिला हुआ समय भला कार्य करने के लिए हम उस बातों में उन्नति करें। കർത്താവിന് ആ യാഗം പ്രസാദമാണ്. प्रभु के लिए भला कार्य करना एक अच्छा बलिदान है, और परमेश्वर उसमें प्रसन्न होता है करके अभी इब्रानियों में पढ़ा हमने। അപ്പോൾ നമുക്ക് ഈ ആനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ നമുക്ക് ഈ പ്രവർത്തികളിലൂടെ ഈ കാര്യങ്ങളിലൂടെ നമുക്ക് കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാം, കർത്താവിനെ പ്രസാദിപ്പിക്കാം. इसलिए आनोक जैसा परमेश्वर के साथ चलते चलते वो परमेश्वर को प्रसन्न किया, उसी तरह ये भला कार्य कर करके हम लोग परमेश्वर की उपस्थिति में, आदर और सम्मान की उपस्थिति में प्रसन्न जीवन जीने के लिए अपने आप को समर्पण करें। കർത്താവ് പ്രസാദിക്കുന്ന മനോഹരമായ ഒരു കാര്യമാണ് സൽപ്രവൃത്തി. क्योंकि परमेश्वर एक ऐसा बात से जो तृप्त होकर खुश होता है, वो है भला कार्य करने में। അതെ, കർത്താവ് ഈ ലോകത്തിൽ അങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. क्योंकि प्रभु इस दुनिया में एकमात्र व्यक्ति है जिसने ऐसा किया है, എല്ലാം നന്നായി ചെയ്തു. वो सब अच्छा रीति से किया। അപ്പോൾ നമുക്കും ആ മാതൃകയാണുള്ളത്. हमारे लिए भी वही एक आदर्श है, അത് നമുക്ക് കർത്താവിലായിരിക്കുമ്പോൾ മാത്രമേ കഴിയൂ. और वो हम जब मसीह में बने रहेंगे तो ही हम कर सकते हैं। മാത്രമല്ല ഒരു രീതിയിൽ പറഞ്ഞാൽ കർത്താവ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. एक अर्थ से कहा गया तो वो प्रभु ही है जो हमारे द्वारा करता है। അങ്ങനെ നമുക്ക് കർത്താവിന് ഉപയോഗമുള്ള ഒരു പാത്രമായി. इस तरह हम लोग प्रभु के लिए उपयोगी पात्र बन जाए। കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. प्रभु आप सबको आशीष करे। കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവരും प्रभु का अनुग्रह हम सब में बना रहे। ആമേൻ. आमीन।